Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഒരു ഇതിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഫോർ ആ ഫോട്ടോഷൂട്ട്. അപ്പം ഫസ്റ്റ് പോസ്റ്റർ ഉണ്ടല്ലോ നമുക്ക് ഇരിക്കുന്നത്, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ജിംഖാന കഴിഞ്ഞപ്പോൾ ഐ വാസ് സൂപ്പർ ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് എൻ ഓഡിയൻസ്. ആ ചെറിയ പിള്ളേരെന്ന് പറഞ്ഞ ഒരു ഓഡിയൻസിന് എനിക്ക് കിട്ടി. ഒരാളൊരു ഡൗട്ട് ചോദിക്കുന്നു ഇങ്ങനെ, ചേട്ടാ ഈ പഴയ കാലത്തൊക്കെ പുസ്തകം എന്നാണോ പുസ്തകം എന്നാണോ പറയുന്നത് എന്നൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഒരു പുസ്തകമായിട്ട് അരങ്ങ ഇറങ്ങി വരുന്നത്. അപ്പം എന്തോ പുസ്തകമായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പം അതോ ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അത് റിയലാ, നമ്മളില്ലെന്നേ ഉള്ളൂ, കണ്ടാ അവിടെ ഉണ്ട്. ഞാൻ പണ്ടോട്ട് ആ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോ ரொம்ப പാസം തമിഴിൽ അഭിനയിച്ചല്ലേ സൂര്യ അത് പറ. ഇല്ല, ഭയങ്കര പാസമുള്ള ആളുകളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഞാൻ ചെയ്ത് വീണൊക്കെയാണ് ഓരോന്ന് പഠിച്ചത്. ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, എന്ത് രീതിയിൽ നിൽക്കണം. അണ്ടർഗ്രൗണ്ട് ഡാൻസ് സീൻ. എനിക്ക് ഈ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ്. ഇത് എവിടെയാണ് കാര്യം എനിക്ക് എന്റെ ഗ്രോത്ത് നടക്കണം, ഞാനും ഗ്രോ ആവണം, മറ്റേ ആളും ഗ്രോ ആവണം എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ് ഓഫ് ലവ്. ബോബി ഡിയോൾ സർ, അനിൽ കപൂർ, പിന്നെ ശർവരി എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്, ആലിയ ഭട്ടും, എല്ലാരും കണ്ടു. എല്ലാവരായിട്ടും നല്ലതായിട്ട് സംസാരിച്ച് ഷൂട്ട് ചെയ്തു. ഓണസ്റ്റ് വിത്ത് യുവർസെൽഫ്. I am honest. ഓണസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയാൻ ഇത്രയും നേരം സംസാരിച്ചൊക്കെ വളരെ ഓണസ്റ്റ് ആയിട്ടാ. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അരുൺ, അജികുമാർ ആൻഡ് അനഘ രവി. ആൻഡ് വെൽക്കം ടു അവർ ഷോ. അനഘയും അരുണിനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചിലപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുമല്ലോ നമുക്ക് ചില പെർഫോമൻസസ് കണ്ടുമ്പോൾ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നതും. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ്സ് important that I talk to you both. So welcome to our show. Thank you so much. Thank you so much. Okay, so I have a little surprise for you. ഇനി ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് 2 questions അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് I'll throw the first question. Okay, നിങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ? ഞാൻ മീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അന്വേഷണം കണ്ടെത്തി എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതില് അനഘ ഉണ്ടോ എനിക്കറിയില്ല. അനഘ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടു പരിചയമുണ്ട്. അപ്പം ആ സമയത്ത് ഭയങ്കര പോപ്പുലർ, മറ്റേ ന്യൂ നോർമൽ ഹിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഇപ്പം അനഘ ഒരു കാരവാന്റെ അകത്ത് ഇരിക്കുവാണ്. അപ്പൊ ഞാൻ അതിന്റെ പുറത്ത് എന്തോ ആലോചിച്ച് നിന്നിങ്ങനെ എന്തോ വേറൊരു കോളിൽ ഇങ്ങനെ നിന്ന്. അപ്പൊ കോള് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ ഇങ്ങനെ കയറി അകത്തോട്ട് പോയി കാരവാന്റെ അകത്ത്. എന്നിട്ടിങ്ങനെ ഒരാളൊരു ഡൗട്ട് ചോദിക്കുന്നു ഇങ്ങനെ, ചേട്ടാ ഈ പഴയ കാലത്തൊക്കെ പുസ്തകം എന്നാണോ പുസ്തകം എന്നാണോ പറയുന്നത് എന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഫോൺ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും ഇതാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ ഡയറക്ടർ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോയി. കുറച്ചു കഴിയുമ്പോ ഒരു പുസ്തകമായിട്ട് അരങ്ങ ഇറങ്ങി വരുന്നത്. അപ്പം എന്തോ പുസ്തകമായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പം അത് കൊണ്ടുവന്നിട്ട് എന്തോ ഒരു ഡയലോഗിന്റെ ഒരു ഡൗട്ട് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലാവും ഡെഡിക്കേറ്റഡ് ആക്ടർ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെടുന്നത്. എന്തായിരുന്നു എക്സ്പ്രഷൻ ഫേസിൽ ഇറങ്ങി വന്നപ്പോ ശ്രദ്ധിച്ചായിരുന്നു അരുൺ? അതൊരു അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട്, മൊത്തത്തിലെ എനർജിയും അങ്ങനെയാണ് ആൾക്ക്. എനിക്ക് കണ്ടപ്പോ തന്നെ ആക്ച്വലി കമ്പനിക്ക് ഒരാളുണ്ടെന്നുള്ള ഫാക്ടർ ആയിരുന്നു എന്റെ ആദ്യത്തെ റിയാക്ഷൻ. അവിടെ അങ്ങനെ ഈ സമപ്രായക്കാരോ അല്ലെങ്കിൽ അങ്ങനെ കമ്പനി അടിക്കാൻ പറ്റിയ ഒരാളോ ഇല്ല. മീറ്റ് ചെയ്തപ്പോ തന്നെ ഐ തിങ്ക് വി ക്ലിക്ക്ഡ്. മുമ്പ് പരിചയമുള്ള ഒരു സ്കൂളിൽ പഠിച്ച ഫ്രണ്ട് എന്നുള്ളൊരു വൈബ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഡിഡ് യു സ്റ്റേ ഇൻ ടച്ച്? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ഉണ്ടായിരുന്നു? ഇല്ല, അവിടെ എവിടെയൊക്കെ വെച്ച് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല. എനിവേ, കമ്മിങ് ടു യു ബോത്ത്, ഞാൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലോ. ഓക്കെ, ആസ്ക് വൺ ക്വസ്റ്റ്യൻ ടു അരുൺ. എനിക്ക് ഞാനിപ്പോ മുമ്പ് പറഞ്ഞു എനിക്കതിന്റെ പ്രൊനൗൺസിങ് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഐ ലവ്ഡ് യുവർ പെർഫോമൻസ്. അതിന് എടുത്ത് വീഴുന്ന സീനൊക്കെ അതിനോട് ഞാനും കൂടി ഒന്ന് ജോയിൻ ചെയ്യട്ടെ. ഞാൻ ആ DSRയില് എനിക്കൊന്ന് ആദ്യത്തെ ആ സീൻ ഉണ്ടല്ലോ, കിണറിന്ന് ബോഡി എടുത്ത് വരുമ്പോ അപ്പൊ ഞാൻ അരുണിന്റെ ആ ഒരു റിയാക്ഷനും അതിനുശേഷം ആ ടെറസിലെ സീൻ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കിളി പോയി.
പിന്നെ ഞാൻ ഈ സത്യം അരുണറിയാതെ ഞാൻ അത് സിനിമയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ആകെ കൂടെ ഞാൻ അരുണിൻ്റെ പേരിട്ട് ഞാൻ ഇത് വാച്ച് ഔട്ട് ഫോർ ദിസ് ഗൈ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടു. കാരണം എനിക്ക് ശരിക്കും ആ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടല്ലോ, ആ ടെറസിൽ നിന്ന് വീഴുന്നതിന് മുമ്പുള്ള ഇൻറ്ററാക്ഷൻ കണ്ടിട്ട് I thought, wow, this is unbelievable. And before that, of course, ഞാൻ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ this is the one that like nailed it for me. And at that point, അരുൺ ഇത് ചെയ്യുമ്പോഴേ അരുൺ ആ ഒരു സെൻസ് ഉണ്ടായിരുന്നു, അത് ദിസ് ഇസ് എ മേക്ക് ഓർ ബ്രേക്ക് സീൻ ആണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇല്ല, ഞാൻ എന്ത് സീൻ ചെയ്യുമ്പോഴും ഇത് ഒരു ഡു ഓർ ഡൈ ആണ്, ഇത് മാക്സിമം ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാ ചെയ്യുന്നത്. അപ്പം ആ സീന് ഭയങ്കര രസമുള്ള സീനാണെന്നറിയാം. അതിൽ നിന്ന് അവിടെ നിന്ന് മറഞ്ഞടിച്ച് വീഴുമ്പോൾ ആൾക്കാരൊന്ന് ഞെട്ടു എന്ന് പറയായിരുന്നു. അതെങ്ങനെ എടുക്കാൻ പോകുന്നു എന്ന് അറിയാനായിരുന്നു എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ്. ആ ഒരു സീനിൽ ഇപ്പം പ്രണവ് ചേട്ടനായിട്ടുള്ള ഒരു ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യാനും ഡയലോഗ്സ് പുതിയത് ഇട്ട് നോക്കാനും. അപ്പം രാഹുലേട്ടൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു, ഇഷ്ടമുള്ള ഡയലോഗ് ഇട്ടോ, നിങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. ഞാനും പ്രണവ് ചേട്ടനും കൂടെ മാറി നിന്ന് പുതിയ ഡയലോഗൊക്കെ ഇട്ട് ചേട്ടൻ ഇങ്ങനെ പറയാൻ ഇങ്ങനെ പിടിയെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇട്ടിട്ടിട്ട് അതൊരു ഓർഗാനിക്കലി സംഭവിച്ചൊരു കോൺവെർസേഷനാക്കി മാറ്റി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയത്. അതുകൊണ്ടൊരു ഒരു രസമായിട്ട് തോന്നി. ആ സീൻ അഭിനയിച്ചപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഗംഭീരമായിരിക്കും. വീഴുന്നത് എങ്ങനെ ഉണ്ടാവും എന്ന് തിയേറ്ററിൽ കാണാൻ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. ബേസിക്കലി ഈ സിനിമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു ഡയറക്ടേഴ്സ് മൈൻഡ് സെറ്റ് ആണ് ഓൾറെഡി, അല്ലേ അരുൺ? പിന്നെ അതെ, എനിക്കൊരു ഓഡിയൻസ് മൈൻഡ് സെറ്റ് ആണ്, കണ്ടാ മതി. What's the question for her? അനഘ ഇപ്പം കൊറേ പടം അങ്ങനെ വാരി വലിച്ച് ചെയ്യുന്നില്ലല്ലോ, ഭയങ്കര ചൂസി ആയിട്ടാണോ? അല്ല, എന്ത് ടൈപ്പ് പടമാണ് എക്സൈറ്റ് ചെയ്യുന്നത് തന്നെ? എന്ത് ടൈപ്പ് ആൾക്കാർ വന്ന് കഥ പറയുമ്പോഴാണ് കണക്ട് ആവുന്നത്? വാട്ട് ഈസ് യുവർ തിങ്? വാട്ട് ഈസ് യുവർ ഫിൽട്ടർ? ഞാൻ ഭയങ്കര സെലക്റ്റീവ് അല്ല, ഗ്രൗണ്ടഡ് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടിയല്ല, എനിക്ക് കിട്ടിയത് ഭാഗ്യം കൊണ്ടും വന്ന മൂവീസാണ്. ഈ പറഞ്ഞ പോലെ അറിയുന്ന മൂവീസ് ഒക്കെ ആണെങ്കിൽ കാതിൽ, അന്വേഷിപ്പൻ കണ്ടെത്തും, അപ്പുറം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വന്ന് കറക്റ്റ് ആയിട്ട് വരുന്നതും അത് കേൾക്കുമ്പോൾ എനിക്ക് ഐ ഡോണ്ട് നോ, ഐ ബിലീവ് ഇൻ ദാറ്റ് മാജിക്, ഐ ബിലീവ് ഇൻ ഇൻറ്റ്യൂഷൻ. നമുക്കുള്ളിൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ തീരുമാനം. ആസ് ഇൻ എനിക്കിത് മുന്നോട്ട് പോകണമെന്നുള്ളത്, എനിക്ക് ഐ എം കൺഫ്യൂസ്ഡ് ഓൺ ദ ഡിസിഷൻ എന്നുള്ളതാണ്. ആദ്യമേ ക്ലിയർ ആയിട്ടുള്ള പടങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതൊക്കെ. ആസ് ഇൻ ആ ഇരുന്ന് സംസാരിച്ച് അവർ കഥ പറയുമ്പോൾ തന്നെ ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് എന്ന് തോന്നിയ പടങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോഴും പഠിക്കുകയാണ് ഹൗ ടു ബി മോർ, ഇപ്പൊ ആ ഒരു കൺഫ്യൂഷൻ മാറ്റി വെച്ച് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഭാഗ്യമാണ്, എന്തോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ മൂവീസ്. ആ കൺഫ്യൂഷൻ ഉണ്ടാറുണ്ടായിരുന്നു ഇപ്പോഴും മൂവീസ് വരുമ്പോ? ഇല്ല, അങ്ങനെ എനിക്കങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള തരം സിനിമകളാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആൾക്കാരെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും മനസ്സിലാവും. അപ്പൊ ഈസിലി കണക്ട് ആവുക, എക്സൈറ്റ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ കഥ കേൾക്കണം എന്നില്ല, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഓക്കെ ഇവരൊരു പുതിയ പരിപാടിയുണ്ട്, നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ നമ്മളും വളരും അവരും വളരും എന്ന് പറയുന്ന പോലത്തെ സാധനം. പക്ഷെ ഇപ്പം സപ്പോസ് ഒരു ഗംഭീര മേക്കർ ഇപ്പം നമ്മളെ വിളിക്കുവാണ്, ഓൾറെഡി നോൺ പേഴ്സൺ, അപ്പൊ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട, എനിക്ക് കഥ ഒന്നും വേണ്ട, ഞാൻ വരാം, ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തിനും. അപ്പം അത് അപ്പൊ എനിക്ക് ഓക്കെയാണ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. കാതല് ഈ പറഞ്ഞ കാതൽ, അന്വേഷിപ്പൻ കണ്ടെത്തും ഒക്കെ അങ്ങനെയായിരുന്നു. കാരണം കാസ്റ്റും ഒക്കെ ടീമും ഒക്കെ I was like, okay, that's it. I don't care about character. I am just gonna do it. But അതിനൊരു ക്യാരക്ടറിനും ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അത്, താങ്ക് ഗോഡ്. ഇപ്പൊ ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾക്ക് മെന്റേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ക്യാരക്ടർ പേഴ്സണൽ അതെ അതുപോലെ പ്രൊഫഷണലി നിങ്ങളെ മോൾഡ് ചെയ്ത ഇൻഫ്ലുവൻസസ് ആരൊക്കെയാണ്? ബോത്ത് ഓഫ് യു. രാഹുൽ ഓഫ് കോഴ്സ് ഫോർ യു ഇൻ എ ബിഗ് വേ. രാഹുലേട്ടൻ ഡെഫിനറ്റ്ലി. എനിക്ക് കരിയറിൽ ഡിസൈൻ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് നിമിഷേട്ടനും കൂടെയാണ്. നിമിഷ രവി DOP, പുള്ളി എനിക്ക് ആദ്യത്തെ നല്ല പടങ്ങളൊക്കെ തരുന്നതൊക്കെ നിമിഷേട്ടനാണ്. ഗൈഡ് ചെയ്യുന്നത്, ഇപ്പൊ കളർ പാലറ്റിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നതും പുള്ളി ചില സമയത്ത് എടുത്തിട്ട് കളർ ഗൈഡ് ചെയ്ത് തിരിച്ചയച്ചു തരും, ഇതേപോലെ മാച്ച് ചെയ്യുന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ടീമിലെ എല്ലാവരുമായിട്ടും ഭയങ്കര ബോണ്ടിങ് ഉണ്ട്. നിമിഷേട്ടൻ എപ്പോഴും കണക്റ്റഡ് ആണ്. സോ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും. ഹി നോസ് ഡിഫറെൻറ്റ് ടെക്നീക്സ്, പുതിയ പുതിയ പരിപാടികൾ. ഇപ്പം AI തന്നെയുള്ള ഏറ്റവും പുതിയ അഡ്വാൻസ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് പുള്ളി നിലവിൽ. സോ അതുകൊണ്ട് എനിക്കും പുള്ളിയുടെ അടുത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു പോസ്റ്റർ ചെയ്ത് അത് ബോറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിമിഷേട്ടനെ അയച്ചു കൊടുക്കും, എന്തൊക്കെയുണ്ട് ഇത് മാറ്റാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി കുറേ സജഷൻ തരും. പുള്ളിക്ക് ഡിസൈനും കൂടെ അറിയായിരുന്നെങ്കിൽ ഞാൻ പുള്ളിയെ വിളിച്ചാൽ. അപ്പോൾ അത്രയും ഭയങ്കര എനിക്കൊരു, അപ്പം കുറിപ്പാണെങ്കിലും സാറാസ് ആണെങ്കിലും ഇപ്പം ലോക എല്ലാത്തിലും എന്നെ പുഷ് ചെയ്ത് കയറ്റിയത്
നിമിഷേട്ടനാണ്. അപ്പം നമ്മുടെ ടീമിനും പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. രാഹുലേട്ടനും അതേപോലെ തന്നെ ആസ് എ ഡയറക്ടർ എനിക്ക് കുറേ ആക്ടിങ് സജഷൻസും പിന്നെ കരിയർ അഡ്വൈസുകളൊക്കെ തരുന്നൊരു ആളാണ്. ഇവർ രണ്ടുപേരും മെയിൻലി ആക്ടിങ് വിഷയം വിജയരാഘവൻ സാറായിട്ടും സംസാരിക്കാറുണ്ട്. പൂക്കാലത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇത് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു ടേക്ക് കിട്ടും ഓരോ കാര്യത്തിൽ. എന്താ ഒബ്സർവ് ചെയ്ത് അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്റ്റൈലിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെത്തേഡിനെ കുറിച്ചോ? ബിക്കോസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫിനോമിനൽ ആക്ടേഴ്സ് വി ഹാവ്. മൈൻഡ് ബ്ലോയിങ്. പൂക്കാലം ചെയ്യുന്ന പൂക്കാലവും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ആളെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന അതെ, സോ റിയലിസ്റ്റിക്. അതാണ്. അപ്പം ഭയങ്കര പുതിയ ടെക്നിക്സ് ഉണ്ടെന്ന് സാർ ഇങ്ങനെ പറയുമായിരുന്നു. ഇങ്ങനെ എനിക്കിപ്പോൾ കരയാൻ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്കിപ്പോൾ ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പം കണ്ണിൽ എനിക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈസിലി കരച്ചിൽ വരും. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ കുറേ, കാരണം അത്രയും ഡെയിലി ചെയ്ത് സാർ ലൈക്ക് ഫൈൻ ട്യൂൺഡ് ഇറ്റ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു. കഥകളുണ്ട് സാറിൻ്റെ കയ്യിൽ, കുറേ പഴയ കാലത്തൊട്ടുള്ള കഥകൾ, സാറിൻ്റെ അച്ഛൻ്റെ കഥകൾ. അപ്പം ഇതൊക്കെ കേൾക്കാൻ ഞാനായിരുന്നു സെറ്റിൽ ഫുൾ ടൈം കൂടെ ഇരുന്ന്. അപ്പൊ പറഞ്ഞു അങ്ങനെ ഞാൻ സാറിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, കോട്ടയത്ത് വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അടിപൊളി രസമാണ്. എനിക്ക് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസിൽ ഒരാളുണ്ടാവും. പക്ഷെ ഫ്രം ദ വെരി ബിഗിനിങ് എനിക്ക് തോന്നുന്നു മാർട്ടിൻ പ്രക്കാട് സർ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ദറ്റ് ഈവൻ made me come into acting. He's a big reason that I'm here. കാരണം ആളാണ് പറഞ്ഞത്. ഞാൻ മറ്റേ എനിക്ക് അണ്ടർഗ്രൗണ്ട് സീനിലൊക്കെ നടന്ന് ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട് ഐ തോട്ട് കമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് ഇസ് എ ബിഗ് നോ ഫോർ മീ. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കോൺസെപ്റ്റ് ആ സമയത്ത്. ആസ് എ ടീനേജർ വി ഹാഡ് ദറ്റ് തിങ്. അഭിനയിക്കാനുള്ളൊരു ഇതുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ അമ്മയും അച്ഛനെയും അവിടെ വന്നിട്ടുണ്ട് ആ സെറ്റില് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മാർട്ടിൻ സാർ അങ്ങനെ അവരോടും പറയാണ് അവളെ ചെയ്യിപ്പിക്കണം, ഷീ ഷുഡ് ഡു മോർ എന്ന് പറഞ്ഞു. മാർട്ടിൻ സാർ തന്നെ ഓരോ അഡ്വർടൈസ്മെന്റ്സിൽ ആളുടെ ഒപ്പം തന്നെ എനിക്ക് വർക്ക് ചെയ്യാനും പറ്റി. സോ ഹി വാസ് എ ബിഗ് ഫാക്ടർ ഓൺ മീ ട്രൈയിങ് ആക്ടിങ് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ സോ ദാറ്റ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഹാപ്പൻഡ് ഈ ആഡ്സ് കാരണമാണോ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കിട്ടിയത്? ഷോർട്ട് ഫിലിം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുനീഷ, അത് എനിക്ക് മുനീഷ ഇസ് അനദർ പേഴ്സൺ ദാറ്റ് ഐ വുഡ് ആസ്ക് ഫോർ അഡ്വൈസ് വാട്ട് ടു ഡു. പിന്നെ വിമൽ എന്ന് പറഞ്ഞ അതിന്റെ പ്രൊഡ്യൂസർ, ന്യൂ നോർമലിന്റെ പ്രൊഡ്യൂസർ വിമലേട്ടൻ ഈസ് ഓൾസോ ബിഗ് ഫാക്ടർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എനിക്ക് ആ സിനിമ എന്നുള്ളതിനേലും ഹൗ ടു ബി എ പേഴ്സണാലിറ്റി ഫ്രം ദിസ് ഇൻഡസ്ട്രി എന്നുള്ളതിൽ ഞാൻ ആ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ്. ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എവറി ഡേ. അപ്പൊ ഇവരൊക്കെയാണ് എന്നെ കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതിൽ. വിമലേട്ടനാണേലും മുനിഷ ആണേലും. ഷോർട്ട് ഫിലിം നടന്നത് മുനിഷ വി ന്യൂ വേ ബിഫോർ. നമ്മളിങ്ങനെ ആർട്ട് പരിപാടി ഫെസ്റ്റിവൽസിനൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. കഫേയിൽ എപ്പോഴും ഞാൻ ചില്ല് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ മുനിഷ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് ചെയ്താലോ. കാരണം അഭിനയിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഞാൻ. അതാ എനിക്ക് ഫ്രം എവറി സെറ്റ് ഐ ഹാവ് ദാറ്റ് വൺ പേഴ്സൺ ദാറ്റ് ഐ ലുക്ക് അപ് ടു. നിങ്ങൾ രണ്ടുപേരും ഒരു കോമണാലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയാണ്. ഐ മീൻ ഫോർ യു കാതൽ ബീങ് ദ ഫസ്റ്റ് ഫിലിം ആൻഡ് ഇദ്ദേഹം എന്താണ് രാജകുമാരൻ, ഐ സോറി ദാറ്റ് ഷോർട്ട് ഫിലിം അത് മമ്മൂക്കയുടെ ബയോഗ്രഫി അല്ലേ? അപ്പൊ അതിനകത്ത് എന്തായിരുന്നു ചെയ്തത്? ചെറിയ റോള്. അതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ച എന്റെ കൂട്ടുകാരനാണ്. നമ്മുടെ നാടകക്കളരിയിൽ നിന്ന് കുറെ പിള്ളേര് പോയ കൂട്ടത്തിലുള്ള ഒരു പയ്യനായിരുന്നു ഞാൻ. അപ്പൊ എത്ര 5ാം ക്ലാസ്സിലല്ലേ? 7ാം ക്ലാസ്സിൽ ജൂഡ് ആന്റണി ജോസഫ് സാറാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു കോമണാലിറ്റി ഉള്ള മമ്മൂക്ക കണക്ഷൻ ഉണ്ട്. ടെൽ മീ അബൌട്ട് യുവർ സീൻ വിത്ത് മമ്മൂക്ക ഇൻ കാതൽ. ആദ്യമായിട്ട് കാണുമ്പോൾ വാട്ട് വാസ് ദ ഇന്ററാക്ഷൻ ലൈക്ക് ആൻഡ് what was it for you, Arun? Because എനിക്കറിയാം, I mean, he has got a very playful side to him also. അപ്പൊ അത് it would have been very interesting to meet him the first time. ഇല്ല, ഞാൻ ആക്ച്വലി മമ്മൂക്കായിട്ട് മിങ്കിൾ ചെയ്യുന്നതൊക്കെ കണ്ണൂർ സ്ക്വാഡിന്റെ സെറ്റിലും അതിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ബ്രഹ്മയുഗത്തിലൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ. അപ്പം കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്ക്, ഞാൻ ഇങ്ങനെ ഐപാഡൊക്കെ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറെ നേരം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സൈലൻസ് ആയിരുന്നു. പുള്ളി ഇങ്ങനെ എന്നെ വിളിച്ച് വന്നടാ, എന്താടാ സ്കൂളിൽ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കോളേജൊക്കെ കഴിഞ്ഞതാ. എന്താണ് ഇവിടെ ക്ലാസ് കട്ട് ചെയ്താ എന്നൊക്കെ ആ ഒരു മൂഡിലാണ് സംസാരിക്കുന്നത്. ഫൺ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ നോക്കി കുറെ പരിപാടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് കുറെ സജഷൻ തന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കാം, എന്തുകൊണ്ടും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ ബ്രഹ്മയുഗത്തിന്റെ സമയത്താണ് കുറച്ചുകൂടെ മറ്റേ പ്ലേഫുൾ ഒരു ഇതിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഫോർ ആ ഫോട്ടോഷൂട്ട്. അപ്പം അപ്പൊ ഇങ്ങനെ മറ്റേ ഫസ്റ്റ് പോസ്റ്റർ ഉണ്ടല്ലോ നമുക്ക് ഇരിക്കുന്നത്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് ഇരിക്കുമോ, ഇങ്ങനെ ഒന്ന് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് എനിക്കറിയാം നിന്നിപ്പോ ഞാൻ ചെയ്തോളാം. ഓക്കെ. അപ്പൊ അത്തരത്തില് ഒരു ഭയങ്കര നല്ല
അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്കായിട്ട് സംസാരിക്കാൻ. കാരണം അതിനുശേഷം ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഞാനിപ്പോ ഡാവിഞ്ചി റിസോൾവ് പഠിക്കാൻ നോക്കുന്നുണ്ട്, ഇപ്പൊ അത് ഇത് എങ്ങനെയാണ് അതിന്റെ പരിപാടി, ഗ്രേഡ് ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ. ഞാൻ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ഞാൻ പേട്രിയോണിന്റെ ഡബ് കിടക്കുന്നിടത്ത് പോയപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മാക്കിന്റെ M5 വാങ്ങിച്ചു, എഡിറ്റിംഗ് പഠിക്കണം. എന്നിട്ട് മഹേഷന്റെ അടുത്ത് ചോദിക്കണം എങ്ങനെ എഡിറ്റിംഗ് ഇങ്ങനെ തുടങ്ങുന്നതെന്നൊക്കെ. അങ്ങനെ അപ്പൊ മനുഷ്യൻ പറഞ്ഞു അത് എഡിറ്റിംഗ് പഠിപ്പിക്കാൻ പറ്റില്ല, അത് ചെയ്താൽ മതി പഠിക്കാൻ. അപ്പം ഭയങ്കര രസമാണ്, ഫണ്ണാണ് നമുക്ക് അടുത്ത് പോകുമ്പോ തന്നെ. നമുക്ക് തന്നെ ഒരു ഫിലിമിന് റെക്കമെൻഡ് ഒക്കെ ചെയ്ത എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുപോലെ തന്നെ മീശയും താടിയൊക്കെ വളരെയോ ഒന്ന് വളർത്തി നോക്ക്, ഞാൻ വിളിക്കാം ഒരു പടത്തിന്. അതുകൊണ്ട് ശ്രമിക്കണം, കഷ്ടപ്പെട്ട്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഐ എം so glad. And you're so fond of him, I can see. I can see that when he talks. അനഘയ്ക്ക് എനിക്ക് പറ്റുന്ന ആരും പറഞ്ഞപ്പോൾ അതേപോലെയാ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആൾക്ക് കുറെ ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആള്. അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ആളുടെ ഇതിൽ ഉണ്ട്, ക്യാരക്ടറിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് വാസ് ദാറ്റ് ബാസ്കറ്റ്ബോൾ. ഞാൻ അവിടെ സീനൊക്കെ ആലോചിച്ചുകൊണ്ട് ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക സൈഡിൽ Not really. Okay. I don't know how to explain that nervousness that I have. It's very different. It's not like you മറ്റേ ടെൻഷൻ അല്ല, കാമായിട്ടായിരിക്കും ഇരിക്കുന്നത് കാണാനൊക്കെ. എന്നാൽ ഞാൻ ഉള്ളില് ആദ്യം പിടിക്കുന്നുണ്ടാവും. നമുക്ക് ആദ്യം പിടിക്കുന്നതിന്റെ വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക വന്നിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ ഇരിക്കുക, മമ്മൂക്കനെ നോക്കി ഇങ്ങനെ ആക്ച്വലി കിളി പോയിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കി, നമുക്കപ്പോൾ ഇരുന്നു. ഹീ സ്റ്റാർട്ടഡ് എ കോൺവെർസേഷൻ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്കു ഒന്നും മിണ്ടുന്നില്ലാതിരുന്നു, ഹൂ ഇസ് സിറ്റിംഗ് ബിസൈഡ് യു എന്നുള്ളത്. ആൾ എന്നിട്ട് ഫോണൊക്കെ കാണിച്ചു തന്ന് ആളുടെ എന്തോ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തോ പോസ്റ്റ് വന്നിട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ടു മീ. അപ്പൊ ഞാനും തിരിച്ചഭിപ്രായം എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, എന്തൊക്കെയോ പറഞ്ഞു. അതും പൊട്ടത്തെറ്റായിരുന്നു. പിന്നെ ആള് മൈൻഡ് ചെയ്യാണ്ട് ആള് വേറെ എന്തോ കോൺവെർസേഷനിലേക്ക് പോയി, നമ്മളെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി. പിന്നെ ഐ തിങ്ക് ഓവർ ടൈം ഈ ഞാൻ ആ ജീൻസ് അവിടെ ഞാൻ ഇട്ടോണ്ട് വരുന്ന എനിക്കിങ്ങനെ ഒരു കീറിയ ജീൻസ് ഉണ്ട്, മറ്റേ നല്ലോണം കീറിയ ഒരു ജീൻസ് ഉണ്ട്. ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, രാവിലെ വരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ എന്നെ നോക്കിയിട്ട് എന്തോ ഇത് ചോദിച്ചത്. അപ്പൊ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്കിങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല ആൾക്ക് അങ്ങനെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള ഒരു സാധനം ആള് ഇങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കളികള് പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ചെയ്യാം, നമുക്ക് കാഫ് റേസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഷോർട്ട് വിൽ ബി സ്റ്റാൻഡിങ് ആൻഡ് ഹീസ് ലൈക്ക് വർക്ക്ഔട്ടിനെ പറ്റി കുറെ സംസാരിക്കും. ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ കാഫ് റേസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ കാഫ് റേസ് ചെയ്യും. This is so interesting. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇദ്ദേഹം എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നൊരു ഡിസൈൻ ഹൗസിന്റെ കോ ഫൗണ്ടറും കൂടിയാണ് അരുൺ. അതുപോലെ അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ പോസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു 10 സിനിമകളുടെ പേരുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ആർ ബിഗ് വൺസ്. ഇനി ഏതൊക്കെയോ യശ്രാജ് ഫിലിംസിന്റെ ഏതൊക്കെയോ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ബോംബെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ കേട്ടു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് തരണം സർ. എന്താണ് യശ്രാജ് ഫിലിമിന്റെ പോസ്റ്റർ ചെയ്യുന്നത്? Where are you going? What are you doing? അത് യശ്രാജ് ഫിലിംസിന്റെ ആൽഫ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. ആലിയ ഭട്ട്, ബോബി ഡിയോൾ സർ, പിന്നെ അനിൽ കപൂർ സാർ ഒക്കെ ഉള്ളൊരു പടം. നമ്മൾ അതിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് ഭയങ്കര പിന്നെ അവരെ കാണാൻ ഫോട്ടോഷൂട്ട് ഒരു രസമുണ്ട്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മാരകമായ സെറ്റ്. അപ്പം ഒരു ഗംഭീര സ്റ്റുഡിയോ, അവർക്ക് ഇൻഹൗസ് തന്നെ സ്റ്റുഡിയോസ് ഉണ്ട്, VFX ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ടിട്ട് അവിടെ വലിയൊരു സ്റ്റുഡിയോ ഇട്ടിട്ട് നമ്മൾ ആദ്യം പടം കാണിച്ചു. പടം കണ്ടപ്പോഴത്തേക്കും ഞാനും എൻ്റെ ദീപക്കും കൂടി ഇരുന്നാ കണ്ട. അപ്പൊ ഞാനിങ്ങനെ ഓരോരോ സീനൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ മലയാളത്തിലൊക്കെ ഓരോന്നൊക്കെ പറയും, ഓ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കൈയടി. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുത്തിരുന്നവരൊക്കെ മലയാളികളായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ CG ചെയ്യുന്നതൊക്കെ കുറെ മലയാളി ടീംസ് ഉണ്ട് അവർക്ക് ഇൻഹൗസ്. അവർക്ക് നേരത്തെ നമ്മൾ അറിയാം, ലോകയുടെ പോസ്റ്റേഴ്സ് ഒക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, DS ഒക്കെ ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ ആ സെറ്റ് ഒരു ഗംഭീര വലിയ സെറ്റ്. അതിന്റെ അകത്ത് തന്നെ അവർക്ക് 100 വർഷത്തോളം ഉള്ള ഒരുപാട് സെറ്റ് പീസുകളുണ്ട്, അവർക്ക് ആർട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഒരു കൊട്ടാരം സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഉണ്ട്, ഗരാജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ് നമുക്ക് തറയിൽ ഇത്തിരി മണ്ണ് ഇടണം എന്ന് പറഞ്ഞപ്പോ 10 ടൈപ്പ് മണ്ണ് കൊണ്ടുവന്ന് കാണിച്ചു തന്നെ, ഏത് വേണം, ബീച്ചിലെ മണ്ണ്, ചുമന്ന മണ്ണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്രയും സ്കെയിലുള്ള ഒരു സെറ്റ് അവിടെ
വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഭയങ്കര കറക്റ്റ് കോൾ ടൈമിങ്ങിലൊക്കെ വരുന്ന ഒരുപാട് പ്ലാനിങ് നടക്കുന്ന പോലത്തെ ഒരു ഷൂട്ടായിരുന്നു. നമ്മൾ തന്നെ പല നൈറ്റുകൾ പ്രപ്പ് ചെയ്താണ് അത് ചെയ്തത്. ഭയങ്കര മറ്റേ ഒരു കോർപ്പറേറ്റ് ഇതാണ്, പക്ഷെ സ്മൂത്ത് ആയിരുന്നു. ബിഗർ ഇൻ ക്യാൻവാസ്. ആലിയ മാം വന്നപ്പോഴൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അവര് നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ ചെയ്യേണ്ടത്. അപ്പം അനിൽ കപൂർ സാർക്ക് ഭയങ്കര കോപ്പറേറ്റീവാണ്, എത്ര വേണമെങ്കിലും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് അവിടുത്തെ ഒരാൾ മാർക്കറ്റിംഗിലെ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ കൂടുതൽ തലയാട്ടണ്ട, പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കും, പുള്ളി പെട്ടെന്ന് ചെയ്തിട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും രസമായിരുന്നു. എനിക്ക് അവരെയൊക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ളൂ. അപ്പൊ 3 പേരെ കണ്ടോ? സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ സാർ, അനിൽ കപൂർ, പിന്നെ ശർവരി എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്, ആലിയ ഭട്ടും. എല്ലാവരും കണ്ടു. എല്ലാവരായിട്ട് നല്ലതായിട്ട് സംസാരിച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഫുൾ ഡേ രസം. കേരളത്തിന് പുറത്ത് ആദ്യമായിട്ടാണ്? അല്ലല്ല, നമ്മള് തമിഴ്, തെലുഗു. ഞാൻ മറന്നുപോയി. വിഘ്നേഷ് ശിവൻ, നയൻതാര. ഇതിപ്പോ അല്ല അത് അയ്യോ അതുകൊണ്ടല്ല, എനിക്ക് എല്ലാരും വിക്കി സാറിന്റെ ഒരു പടത്തില് നമ്മൾ വർക്ക് ചെയ്തായിരുന്നു. LIK. ഞാനിപ്പോ സൂര്യ സാറിന്റെ ഒരു ഫിലിം നമ്മുടെ ടീം ഡിസൈൻ ചെയ്യുന്നുണ്ട്. തെലുങ്കിൽ നാനി സാറിന്റെ ഹിത്രി ചെയ്തിട്ടുണ്ട്. ഇപ്പം നാഗചൈതന്യ സാറിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. ഒന്ന് റിവൈൻഡ് ചെയ്തേ, നമുക്ക് നയൻതാരയിലേക്ക് പോവാം. നയൻതാര മാഡത്തിനെ കണ്ടിട്ട് എന്തായിരുന്നു സംസാരിച്ചോ? നയൻതാര മാമിനെ ഞാൻ കാണുന്നത് ഇവിടെ കൊച്ചിയിൽ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഡിസ്കഷന് വേണ്ടി എന്നെ വിക്കി സാർ അവിടെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. അപ്പൊ അവര് കുട്ടികളൊക്കെ ആയിട്ട് അന്ന് ക്രിസ്മസിന്റെ സമയത്ത് അവര് പടക്കമൊക്കെ പൊട്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെ വിക്കി സാർ പരിചയപ്പെടുത്തി, എന്താ ரொம்ப യങ്, മലയാളമൊക്കെ അറിയോ ഒക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര രസമാണ്, സർറിയൽ. Actually, you guys are, the life that you're living today is surreal, അല്ലേ? ഇത് മനസ്സിൽ ഒരിക്കലും ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ എത്തും ഫ്രം ഔട്ട്സൈഡ് ദ ഇൻഡസ്ട്രി. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്പേസ് ആണ് ഇൻഡസ്ട്രി. ഈവൻ ടുഡേ എത്രയോ പേര് കഷ്ടപ്പെട്ട് റീൽസ് ഉണ്ടാക്കി അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ലൈഫ് ഫോർ യു ഇസ് സർറിയൽ റൈറ്റ് നൗ? വെരി ഫസ്റ്റ് ഓഫ് ഓൾ ട്രൂലി ഗ്രേറ്റ്ഫുൾ സംഭവം. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ലക്ക് എന്നുള്ളൊരു ഫാക്ടർ പറയുന്ന അതിൻ്റെയാണ്. എന്തോ ഒരു ഭാഗ്യമുണ്ട്, എന്തോ ഒരു കോളിംഗ് ഉണ്ട് ഇവിടെ എത്തുന്നതിൻ്റെ, അതുണ്ട്. അതിൻ്റെ ഒപ്പം ഇതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡെപ്ത് മനസ്സിലാവുന്നത്, ഇവിടുത്തെ ഉള്ള ഹാർഡ് വർക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് ഈ പറഞ്ഞ മാർട്ടിൻ വർക്കിൽ ഇറ്റ്സ് എ ബിഗ് സെറ്റ്. അത് നല്ല വലിയൊരു പരിപാടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ ഈ ഒരു മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കുന്ന എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ആ അഡ്വർടൈസ്മെന്റിന് ഇത്രയും പണിയുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്, ആൾക്കാരുണ്ട്, ഈ വെയിലത്തും ഈ ലൈറ്റിന്റെ ഒക്കെ അകത്ത് കിടന്ന് ഈ ചൂടും. സോ ഐ വാസ് അമേസ്ഡ്. അപ്പോൾ മോർ ദാൻ ബീയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, ഐ വാസ് അമേസ്ഡ് ബൈ ദ ഹോൾ സെറ്റ്, ദ ബാക്ക്ഗ്രൗണ്ട്. Behind camera I was superbly interested in, like എനിക്ക് ഇനി ഇതിലൊന്നുകൂടി ഭാഗമാണെന്ന് തോന്നി. കാരണം ഒരു റെസ്പെക്ട് തോന്നി എനിക്ക്. ആദ്യം തന്നെ ആ റെസ്പെക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇനി ഒരു ആഡും ഞാൻ കണ്ട് ചുമ്മാ പോരാ എന്ന് പറഞ്ഞ് കളയില്ല, ഒരു സാധനവും ഞാൻ അങ്ങനെ കളയില്ല, അതിനൊരു വർക്ക് ഉണ്ട് എന്ന് റെസ്പെക്ട് ചെയ്ത് കാണാം. യു ക്യാൻ ഹാവ് യുവർ ഒപ്പീനിയൻ ഓൺ തിങ്സ്, ബട്ട് ഇമാജിൻ ദിസ് മച്ച് വർക്ക് ബീൻ പുട്ട് ഇൻ ടു തിങ്സ് എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ emotion that I had from. And you know, നേരത്തെ മെൻഷൻ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് എ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഒരു പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? It was easy on me at the beginning of few years. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ അത് അറിഞ്ഞിട്ട് പോലും ഇല്ല, സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ പടം ചെയ്യുമ്പോഴും ഒക്കെയാണ് നമുക്ക് ഇതിന്റെ അവിടെ പ്രസന്റ് ചെയ്യുന്നതിന്റെ രീതിയുണ്ട്, നമ്മളായിട്ട് സംസാരിക്കുന്നതിന്റെ രീതിയുണ്ട്, ആളുകളോട് മിങ്കിൾ ചെയ്യേണ്ടതിന്റെ രീതിയുണ്ട്, നമ്മുടെ മൂഡ് എങ്ങനെയാന്ന് വിചാരിച്ചാൽ അങ്ങ് ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുണ്ട്. പാടില്ല എന്നുള്ളതിനേക്കാൾ കൂടുതലും വി ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട് ഇൻ എ ബ്യൂട്ടിഫുൾ വേ. ലൈക്ക് കുറെ കുട്ടികൾ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഇപ്പോൾ ജിംഖാന കഴിഞ്ഞപ്പോൾ ഐ വാസ് സൂപ്പർ ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് എൻ ഓഡിയൻസ്. ആ ചെറിയ പിള്ളേരെന്ന് പറഞ്ഞൊരു ഓഡിയൻസിന് എനിക്ക് കിട്ടി. അത് വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ പേർപ്പസ് ഇൻ ലൈഫ് ഈ അടുത്ത ജനറേഷൻ എന്തെങ്കിലും കൊടുക്കുക എന്ന് എപ്പോഴും വിചാരിക്കുന്ന ആളാണ് ഞാൻ. നടക്കുന്നില്ല, നമ്മൾ ഐ എം ജസ്റ്റ് ഫിഗറിങ് ഔട്ട്. അപ്പോൾ ഈ ആക്ടിങ്ങിൽ വന്നപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നപ്പോൾ ഐ ഫിഗേർഡ് ഓക്കെ, ഇതിലൂടെ നമുക്കത് വൃത്തിക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ
പുതിയൊരു അറിവ് കൊടുക്കാനോ ഒക്കെ വി ക്യാൻ ഡു ഇൻ ദിസ് ഫീൽഡ് വി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഇതിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ചുമ്മാ അങ്ങനെ പോയി ചെയ്യേണ്ട പരിപാടിയായിട്ടല്ല ഇതിനെ കാണണ്ടേന്ന്, കുറച്ചുകൂടി അതിന് വേണ്ടി ക്യാരക്ടറിലും ഡിഫറൻസസ് വരുത്തണം, ആളുകളോടുള്ള ബിഹേവിങ് ആയാലും അതൊക്കെ പണ്ട് തൊട്ടേ ഐ വാസ് റൈറ്റ് ഓൺ. ബിക്കോസ് അമ്മയും അച്ഛനും വളർത്തിയിരുന്നതിൽ മേജർ ഇമ്പോർട്ടൻറ്റ് പഠിത്തത്തിനേലും കൂടുതൽ മാനേഴ്സ് എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ഒരു പബ്ലിക്കിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ. അത് എനിക്ക് തോന്നുന്നു എപ്പോഴും ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എല്ലായിടത്തും. എന്നാൽ കൂടെ ഇതിൽ കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരുന്നു എന്നുള്ളത് തോന്നി. ഇപ്പൊ സർറിയൽ ആണെങ്കിലും I should respect this. അരുണിന്റെ നാവിഗേഷൻ എങ്ങനെയായിരുന്നു ഇൻഡസ്ട്രിയിൽ? ലൈക്ക് ഹൗ ഡിഡ് യു ഇവോൾവ് ഓർ മോൾഡ് യുവർ സെൽഫ് ഈ ഇൻഡസ്ട്രിയിൽ ഫിറ്റ് ചെയ്യാൻ ടു നാവിഗേറ്റ് ത്രൂ? I don't think I've done anything കോൺഷ്യസ്ലി ടു ഫിറ്റ് ഇൻ. ഞാൻ ഇപ്പം അനഘ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിലെ നാടകം പഠിച്ചതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്റെ ലൈഫിലുണ്ട് ഇതുവരെ. സോ നാടകം പഠിച്ച സമയത്ത് തന്നെ ഐ ഹവ് ബിൻ വാച്ചിങ് ഹൗ പീപ്പിൾ ഗെറ്റ് ഇൻ ടു ഫിലിംസ്. അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ തന്നെ ഇപ്പൊ മുത്തുമണി ചേച്ചിയും വിനയ് ഫോർട്ട് ചേട്ടനൊക്കെ സിനിമയിൽ കയറുന്നു, അവര് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരും. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ എത്തണം എന്ന് ഭയങ്കര ചെറുപ്പം തൊട്ട് ആഗ്രഹമുള്ളതുകൊണ്ടിട്ട് വീട്ടുകാരും പറ്റുന്ന പോലെ സഹായിക്കും, ഓരോന്ന് പറഞ്ഞു തരും. സിനിമകൾ ആ സമയത്തെ കാണുമായിരുന്നു. സോ ചെറുപ്പത്തിലേക്ക് ലൈക്ക് അങ്ങനെ എന്തൊക്കെയോ തരത്തിലുള്ള ട്രെയിനിങ്ങും മോൾഡിങ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പിന്നെ ഞാനങ്ങനെ കോൺഷ്യസ്ലി ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എത്താം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. സിനിമയിൽ കയറി കഴിഞ്ഞപ്പം ഇപ്പം ഐ തിങ്ക് മെയിൻലി പീപ്പിൾ നോ മീ ഫോർ ഡിസൈൻ ആസ്പെക്റ്റിൽ. ഒരു ഡിസൈൻ കമ്പനി ഉള്ളതുകൊണ്ടിട്ട് അറിയാം. അതിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്, ഒരുപാട് പേരായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് വർക്ക് ചെയ്ത് വരുമ്പോൾ എനിക്ക് അവരുടെ കൾച്ചറും അവരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്, പല ഭാഷയിലെ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പല പല പരിപാടികൾ വ്യത്യാസം നല്ലോണം കാണുമല്ലോ. അതാ അപ്പം തമിഴായിട്ട് വർക്ക് ചെയ്യുക, തമിഴ് ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തമിഴ് സംസാരിക്കല് മാത്രമല്ലോ, അവരുടെ ഒരു കൾച്ചർ തമിഴിൽ അഭിനയിച്ചല്ലേ സൂര്യ അത് പറ. ഇല്ല, ഭയങ്കര പാസമുള്ള ആളുകളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. സംസാരത്തിലൊക്കെ പാസമാണ്. അപ്പൊ അത് കാരണം നമുക്ക് കുറച്ചുകൂടി ഓവർവെൽംഡ് ആയി പോകും. അല്ല, അവിടെ ഭയങ്കരമായിട്ട് മറ്റേ വർക്കിനെ വർഷിപ്പ് ചെയ്ത് ഭയങ്കര പ്രാർത്ഥനയോട് കൂടിയാണ് അവര് വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. കറക്റ്റ് സമയമൊക്കെ നോക്കി ഭയങ്കര അവര് അങ്ങനെയാണ് ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെ. പക്ഷെ ചിലപ്പോ ഇവിടെ കുറച്ചുകൂടെ ഓർഗാനിക്കലി ഇറ്റ് ഇസ് ഫൺ, ഇറ്റ് ഇസ് ലൈക്ക് അങ്ങനെയും ഹാപ്പൻ ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ തന്നെ, അല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ഞാൻ ചെയ്ത് വീണൊക്കെയാണ് ഓരോന്ന് പഠിച്ചത്. ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, എന്ത് രീതിയിൽ നിൽക്കണം, സെറ്റിൽ പോയാൽ എവിടെയൊക്കെ പോയി നിൽക്കുക, ആരോടൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഡിസിപ്ലിൻ എന്തൊക്കെയാണ്, അഭിനയിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത് ചെയ്ത് വീണൊക്കെ തന്നെയാണ് മനസ്സിലാക്കി ഇപ്പോൾ വരുന്നത്. എല്ലാം നമുക്ക് എനിക്ക് തോന്നുന്നില്ല പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം വീണ് പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ബൗണ്ടറി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമ്മള് ആളുകളെ വെറുപ്പിക്കാതെ നമ്മുടെ ബൗണ്ടറി കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതാണ് പഠിച്ചു വരുന്നത്. ലൈക്ക് ഞാൻ പണ്ടോട്ട് ആ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ അത് പോയി എന്ന് ഞാൻ മേടിച്ചു. അയ്യോ, ആ കഴിവില്ലേ എനിക്ക്, ആ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് വെക്കാണ്ട് പലയിടത്തും പല രീതിയിൽ ആ റിലേഷൻസിനെ കീപ്പ് ചെയ്യുമോ എന്നുള്ളൊരു പേടി വന്നിരുന്നു എനിക്ക്. ഇവിടെ അതാ വീണ് പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് അവർക്കൊരു സ്നേഹവും റെസ്പെക്റ്റും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയണം, എന്നാൽ എൻ്റെ ബൗണ്ടറി ഇതാണ്, എൻ്റെ കോൺസെപ്റ്റ്സ് ഇതാണ് എന്നുള്ളതില് ഉറച്ചു നിന്നിട്ട് വേണം ചെയ്യാൻ എന്ന് ഞാൻ പഠിച്ചു. കാരണം അതിന് ഒത്തിരി പോലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി കൺഫ്യൂസ്ഡ്. ദാറ്റ്സ് വെൻ ഐ റിയലി ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓൺ ഡിസിഷൻസ്. ഇവിടെ ഇപ്പൊ ഞാൻ എന്താ എന്നുള്ളത് പോലും വിട്ടുപോവോ എന്നുള്ളതുണ്ട്. ഇല്ല, ഞാനിത് അറ്റ് ദി എൻഡ് സിനിമ എന്നല്ലെങ്കിൽ എല്ലാ മിക്ക ആർട്ട് ഫോംസിലൊക്കെ ഒരു ഗ്രൂപ്പ് എഫേർട്ട് ഇൻവോൾവ് ആണ്. സിനിമ ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ എഫേർട്ടാണ്. അപ്പൊ നമ്മള് ഒരു ഒറ്റ സെൽഫ് ആയിട്ടുള്ള ഒരു വർക്കിന് വേണ്ടി അല്ല അവിടെ പോകുന്നത്. നമ്മളിപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ റൂമിൽ പോവാം, അല്ലെങ്കിൽ നമ്മളവിടെ ഡിസൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എന്നിട്ട് അവർ ചെയ്തോളും എന്ന് പറയുന്ന തരത്തിലല്ല. ഐ തിങ്ക് ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. എല്ലാവരെയും മനസ്സിലാക്കി അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അവരെ ബാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിലി പരിപാടി നടക്കും. അറ്റ് ദി എൻഡ് ഇത് ഇവൻ അഭിനയിച്ച സിനിമ ഇവന്റെ പടം അങ്ങനെയല്ല, അവര് മൊത്തത്തിലുള്ള ഒരു പടം
നീ അതിന്റെ ഭാഗമായിരുന്നല്ലേ, അടിപൊളി എന്നേ പറയത്തുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഓവറായിട്ട് അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം. എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായം അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ കുറച്ചുകൂടെ കൊളാബറേറ്റ് ചെയ്യേണ്ട ഒരു സാധനം വന്നാൽ യു ഹാവ് ടു ഡു ഇറ്റ്. പിന്നെ നിങ്ങളെല്ലാവരും വളരെ യങ് ആയതുകൊണ്ട് സീരിയസ്ലി എടുക്കുമോ എന്നുള്ളൊരു പ്രോബ്ലം കൂടി ഇല്ലേ? ആൾക്കാരെ സീരിയസ്ലി എടുക്കാറുണ്ടായിരുന്നോ തുടക്കത്തിൽ പ്രത്യേകിച്ച്? പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ, നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള അഡ്വാൻറ്റേജ്. ഞാൻ ഡിസൈനിലൊക്കെ അതാ കണ്ടിരുന്നത്. ഞാൻ 20 വയസ്സിലാണ് നമ്മൾ ഡിസൈൻ തുടങ്ങിയത്. കുറെ അബദ്ധങ്ങൾ പറ്റുമ്പോ അവര് ചെറുതായിപ്പല്ലേ അപ്പൊ നമുക്ക് ഭാഗ്യം. അപ്പൊ നമുക്ക് അവര് പറഞ്ഞുതരും ഇങ്ങനെയല്ല മോനെ, ഇങ്ങനെയാടാ ചെയ്യേണ്ടത്. അപ്പൊ ഓക്കെ, ഞാൻ ചിലപ്പോൾ ലേറ്റർ ഓൺ ഒരു 30 വയസ്സൊക്കെ ആയിട്ട് കയറിയിരുന്നെങ്കിൽ ഐ വുഡിന്റ് ലൈക്ക് എനിക്ക് മോൾഡ് ആവാനും പറ്റില്ലായിരുന്നു. എനിക്ക് അത് അഡ്വാൻറ്റേജ് ആയിട്ട് അതിനെ കാണുന്നത് ഞാനും. അത് അപ്പൊ തന്നെ തിരുത്തി പറഞ്ഞു തരാൻ ആളുകളുണ്ട്. അവർക്കത് they know we tend to make mistake അല്ലേ, അത് ആ ഒരു പ്രായത്തിലാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ, സ്പേസ് ഉണ്ടല്ലോ ടു മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾ രണ്ടുപേരും have gone through especially you Anagha, you have gone through a completely different life. ഒരു വേറൊരു ട്രാജക്ടറി കൂടെ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, വിച്ച് ഇസ് ദി അണ്ടർഗ്രൗണ്ട് ഡാൻസ് സീൻ. എനിക്ക് ഈ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. അണ്ടർഗ്രൗണ്ട് അതൊന്നും ആദ്യം പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ഡാൻസ് ഇരിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അതെന്ത് സംഭവം? എന്നിട്ട് ആ സ്വയം പൊക്കി പറയുന്ന ഒന്നുമില്ല, സ്വയം പൊക്കി പറഞ്ഞ ഭയങ്കര അണ്ടർഗ്രൗണ്ട് ആയിരുന്നു എന്നുള്ള. അല്ല, ഹിപ്പ് ഹോപ്പ് കമ്മ്യൂണിറ്റിയിലായിരുന്നു ഞാൻ. ഐ വാസ് ഇൻടു ഡാൻസ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് എ കൊറിയോഗ്രാഫ്ഡ് പ്ലേസ്. നമ്മൾ ഫ്രീ സ്റ്റൈൽ ഡാൻസേഴ്സ് ആണ്. നമ്മൾ ജാംസിനൊക്കെയാ പോവുക. വി ബാറ്റലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പേഴ്സും ഉണ്ടാവും. സോ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓഫ് ദ ഹോൾ ഹിപ്പ് ഹോപ്പ് ആൻഡ് ദ അതർ സ്റ്റൈൽസ് കമ്മിങ് ടുഗെദർ. അങ്ങനത്തെ കുറെ പരിപാടികൾ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടല്ലേ? ആ, പിന്നെ നമ്മുടെ ഇവിടെയും കേരളത്തിലും അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോ ടൈം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2017 ഇതിലേക്ക് ഇറങ്ങുന്നത് തന്നെ. 2016-17 ഇറ്റ്സ് എ ഡിഫറെന്റ് ഇതിന് സ്ഥലങ്ങളുണ്ടോ ചെയ്യാൻ? ഞാൻ ആദ്യമായിട്ട് പോണ ബാംഗ്ലൂരൊക്കെയാണ്. ബാംഗ്ലൂര്, മുംബൈ ഒക്കെ അവിടെയൊക്കെ ഇങ്ങനെ. ഇപ്പൊ ഈ റെഡ് ബുൾ BC1 പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ പോലെ ഒരു ബാറ്റിലിംഗ് ജാംസ് ആണ് ഇവിടെ മോസ്റ്റ്ലി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാനായാലും ഞാൻ പല സ്റ്റൈലുകളും ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നൊരാളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ബീറ്റ് ബോക്സിങ്, റാപ്പേഴ്സ് എല്ലാവരും ജോയിൻ ചെയ്യും. ഇറ്റ്സ് എ ഫൺ ടൈം, ഇറ്റ്സ് എ ഷെയറിംഗ് ടൈം. എനിക്ക് അവിടെ ഇഷ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ കൊറിയോഗ്രാഫിയും ഫ്രീ സ്റ്റൈലും ഞാൻ അങ്ങനെ അതിനെ രണ്ട് രീതിയിൽ കാണാൻ കാരണം, കൊറിയോഗ്രാഫിക്ക് ഒരു ബോക്സിങ് സാധനമുണ്ട്. ആസ് ഇൻ ഒരു പേഴ്സൺ ആയിരിക്കും, ഒരാളായിരിക്കും കൊറിയോഗ്രാഫി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുടെ സ്റ്റൈലിലായിരിക്കും ഞാൻ അത് ഡാൻസ് ചെയ്യാൻ നോക്കുന്നത്. അതേസമയം ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റൈൽസിന്റെയും ബേസിക്സും ഫണ്ടമെന്റൽസും നമ്മൾ പഠിക്കും സ്വയം. അതൊക്കെ നമ്മൾ തന്നെ പഠിക്കണം. ഇപ്പൊ ബോയിങ് ആണെങ്കിൽ അതിന് ഓരോരോ ടേംസ് ഉണ്ട്, ഓരോരോ സാധനങ്ങളുണ്ട്. അത് പഠിച്ചു വെച്ചിട്ട് അതിൽ വി ക്യാൻ വർക്ക് അറൗണ്ട് നമ്മുടെ രീതിയിൽ. ആ ഫ്രീഡം ഉള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ ആ ഡാൻസ് സർക്കിളിനെ കണ്ടിരുന്നത്. ഇപ്പൊ സൈഫർ എന്ന് പറഞ്ഞ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. സൈഫർ എന്ന് പറഞ്ഞാൽ 0. സോ പീപ്പിൾ സ്റ്റാൻഡ് ഇൻ ദാറ്റ് സർക്കിൾ. one gets in, പാട്ട് റാൻഡം സോങ്സ് ദ DJ will play, we'll get in, we'll have to dance. അപ്പൊ എത്ര കോമഡി ആയിട്ടിരുന്നാലും കളിക്കുക. അതായത് എനിക്ക് ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് അവിടെ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. ആ ഒരു സ്ട്രെങ്ത് ബിറ്റ്വീൻ പീപ്പിൾ ഉണ്ടായിരുന്നു അവിടെ. And you have been a part of it? എന്തോ കണ്ടുപരിചയമുള്ള പോലെ. ഭയങ്കര രസമുള്ള ഒരു കൾച്ചറൽ ഹബ്ബാണ്. അതിന്റെ അകത്ത് പല ടൈപ്പ് ആൾക്കാർ, ഒരു ഷെയറിംഗ് ഓഫ് കൾച്ചർ സംഭവിക്കുന്നുണ്ട്. പല ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. സത്യം അത് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഡാൻസ് പഠിച്ചാൽ അങ്ങനെയാ. ബാക്കിയുള്ളവര് ഡാൻസ് കളിക്കുന്ന കാണും, നമ്മൾ അത് ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ നടന്നിരുന്നത്. പിന്നെ ഇങ്ങനെ വന്നു. Then you are in this industry and life is so busy. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഓൺ ലവ് ആൻഡ് റിലേഷൻഷിപ്സ് അറിഞ്ഞാൽ കൊള്ളാം. അല്ല, ഞാൻ ചോദിച്ച ഡേറ്റിംഗ് സീൻ എങ്ങനെയാണ് നിങ്ങൾക്ക്? ഞാൻ ഭയങ്കര സംഭവമായിട്ട് പറയുമല്ലോ, എനിക്ക് എന്തോ കുഞ്ഞിലെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഐ ഹവ് നെവർ പുട്ട് മൈ ബ്രെയിൻ ഇൻ ടു റിലേഷൻസ് എവർ. ആൻഡ് ഐ ഡോണ്ട് entertain that. I'm like, നമ്മൾ ഗ്രോ ചെയ്യാത്തൊരു സ്പേസ്. അതായത്
റിലേഷൻഷിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. എനിക്കത് ഈസി ആയിരിക്കണം കാര്യങ്ങൾ, എനിക്ക് എന്റെ ഗ്രോത്ത് നടക്കണം, ഞാനും ഗ്രോ ആവണം, മറ്റേ ആളും ഗ്രോ ആവണം എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ് ഓഫ് ലവ്. ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ബെറ്റർ ആയിരിക്കണം. നമ്മുടെ എനിക്കിപ്പോ ഞാനുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് എന്നെ തന്നെയാണ് ഞാൻ മാറ്റാൻ നോക്കിയിട്ടുള്ള എല്ലാ വർഷവും. Every time, if you understand there are some things you need to work on within you. അതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ പോലും ആയിരിക്കില്ല, അത് നമ്മുടെ പേഴ്സണൽ നമ്മുടെ ലൈഫിൽ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും, വിച്ച് ഐ ടെൻ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം റിലേഷൻസ്. എന്റെ പാർട്ട്ണറിന്റെ അടുത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ ആയിരിക്കണം, ലൈക്ക് വെർ ഐ കൻ വർക്ക് ഓൺ മൈ സെൽഫ് ആൻഡ് ദി അതർ വൺ ക്യാൻ ഓൾസോ. Love is always there. എനിക്ക് love is not one person concept for me. എനിക്ക് അമ്മയടുത്തുള്ള ലവ് ഉണ്ട്, ഫ്രണ്ട്സിനോടുള്ള ലവ് ഡിഫറെന്റ് ആണ്, പാർട്ട്ണറിനോടുള്ള ലവ് ഡിഫറെന്റ് ആണ്. പറഞ്ഞ ഓരോ റിലേഷൻസ് ആണ്, ഓരോന്നിനും ഓരോ റിലേഷൻസ് ഉണ്ട്. ഓരോ ഇപ്പൊ കോഫി കുടിക്കാൻ പോകാൻ ഒരാൾ വേണം, പലതും എൻജോയ് ചെയ്യുന്ന പല ആളുകളുടെ അടുത്തായിരിക്കും. അപ്പൊ ലവ് ഇസ് വെരി ബിഗ് കോൺസെപ്റ്റ് ഫോർ മീ, ഇറ്റ്സ് എ ബിഗ് സ്പെക്ട്രം ഫോർ മീ. എന്നാൽ ആ ഒരു ഐഡിയൽ പാർട്ട്ണർ ഷുഡ് ബി ദിസ്, ദാറ്റ് he should be able to grow with himself. ആൾക്കും അല്ലെങ്കിൽ വളരാൻ കഴിയണം, അതാണ് കൂടുതൽ അതില്. കറന്റ്ലി ഐ എം കുറച്ച് വർക്ക് ഫോക്കസ്ഡ് ആയിട്ട്, ഞാൻ കുറച്ച് വർക്ക് ഒബ്സസ്ഡ് ആണ്. അപ്പൊ എനിക്ക് ഒരുപാട് സമയം അങ്ങനെ അതിനുവേണ്ടി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഒരു യങ് എനർജി പോകുമോ, കുറെ സമയം വേസ്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട്. അപ്പൊ ഞാൻ ഐ വോണ്ട് ചാനലൈസ് ദാറ്റ് ഇൻ ടു വർക്ക്. എനിക്ക് കുറച്ചുകൂടെ പരിപാടികൾ ചെയ്യണം, ഇനിയും സമയം അതിൽ സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസ് മാറ്റി ആ ഒരു ഏരിയയിലേക്ക് കൊടുക്കാൻ അലോട്ട് ചെയ്യാൻ ഇപ്പൊ സമയമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഒരു പേടി. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും I want to do more in what I'm doing right now. കുറച്ചുകൂടെ സിനിമയൊക്കെ അഭിനയിക്കണം, ഓരോരോ പരിപാടികൾ ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്കത് പിടിക്കാൻ പറ്റിയിട്ടില്ല, ടൈം പിടിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് എ മാൻസ് പെർസ്പെക്റ്റീവ് ഓൺ ഹൗ തിങ്സ് ആർ ചേഞ്ചിങ് അറൌണ്ട് റിലേഷൻഷിപ്സ്. നൗ ഇറ്റ്സ് നോട്ട് എല്ലാത്തിനും പല തരത്തിലുള്ള ലേബിൾസ് ഉണ്ട്. ഇപ്പം എൻ്റെ മോളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവള് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവാറില്ല, അവൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ക്ലാരിറ്റിയാണ്, എന്നാൽ ഒരു 10-20 ബോക്സസും ഉണ്ട്. This is so confusing for a person of my age. എനിക്കും കൺഫ്യൂസിംഗ് ആണ്. Like when people talk about we are dating, okay, this is just a situationship. That was what I was going to say. Is it for real? അതോ ഇത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഭവം തന്നെയാണ്? അത് റിയലാ. എനിക്ക് പരിചയമുള്ളവരൊക്കെ കുറെ പേര് അങ്ങനത്തെ ടേംസ് കോയിൻ ചെയ്യണ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാ. Okay, so that's real. നമ്മളില്ലെന്നേ ഉള്ളൂ, കണ്ടാ മതി അവിടെ ഉണ്ട്. But honestly, to forge a relationship with somebody, ഒരു ഡീപ്പർ മീനിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഇന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് ഫോർജ് ചെയ്യാൻ ഇത്രയോട് ബുദ്ധിമുട്ടാണ്, കൺസിഡറിങ് ദ ഇൻഡസ്ട്രി ദാറ്റ് യു ആർ ഇൻ? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ലൈക്ക് ഞാൻ സത്യം പറഞ്ഞ ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആ കാര്യത്തിൽ. ഈ ഒരു ജനറേഷനിലുള്ള പ്രോബ്ലംസ് എനിക്ക് അങ്ങനെ ബാധിച്ചിട്ടില്ല, ഭാഗ്യം ആ കാര്യത്തിലും, താങ്ക് ഗോഡ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അതിൽ കൂടുതൽ ടൈം ചിന്തിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് വർക്ക് ചെയ്യാൻ ആണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. എനിക്കത് നടക്കണം, എന്നാൽ ആ റിലേഷനും മെയിൻറ്റെയിൻ ആവണം. എനിക്ക് ഐ ഷുഡന്റ് പുട്ട് മൈ ബ്രെയിൻ ഇൻ ടു ഇറ്റ്. എനിക്ക് കൂടുതൽ അതിന് വേണ്ടി സമയം ചെലവഴിക്കാനും അതിന് വേണ്ടി എഫേർട്ട് ഇടാൻ കുറെ നേരം ചിന്തിച്ചിട്ട് അയ്യോ എന്താവും ഇത് എന്നുള്ളതിൽ ഐ എം നോട്ട് ഇൻ ടു ദാറ്റ്. പെൺകുട്ടികൾ ഭയങ്കര ഡിമാൻഡിങ് ഓൺ യുവർ ടൈം ആണ് അരുൺ? ഇല്ല, എനിക്ക് തന്നെ പേഴ്സണലി അങ്ങനെ ഐ തിങ്ക് ഇറ്റ് ഡിസേർവ്സ് എ സർട്ടൻ ഡിസിപ്ലിൻ. കുറച്ച് സമയവും ഇതൊക്കെ കൊടുക്കണമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന സാധനങ്ങളാണ്. അല്ലാതെ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ഇത്രയും ടൈം തരുമെന്നൊന്നും ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. How about monogamy and all? There is lots of conversation about not being committed to one person and having multiple partners. What are your thoughts on that? ഇതൊരു ചിരിയാണ് ഈ ആദ്യം പറ. ഐ ബിലീവ് ഇറ്റ്സ് എ പേഴ്സണൽ ടേക്ക്. അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ഞാൻ ഐ ഡോണ്ട് ഹാവ് എ സ്പെസിഫിക് അങ്ങനെ ഞാനിപ്പം ഐ ഹവ് നോട്ട് തോട്ട് അബൌട്ട് ഇറ്റ്. ഞാനൊരു സ്പെസിഫിക് സ്ഥലത്ത് ഫിക്സേറ്റ് ആയിട്ടില്ല ഇതുവരെ. എനിക്ക് അങ്ങനെ ഒരു 2-3 തിയറീസിലും അങ്ങനെ ഇത് കറക്റ്റ് ആണെന്നും കറക്റ്റ് ആണെന്ന് ഞാൻ ഇതൊന്നും ഇല്ല എനിക്ക്. But for you alone there will be certain do's and don'ts അല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ do's and don'ts കാണുമല്ലോ.
So when these conversations happen, do you have any do's and don'ts about being in relationships? Relationship, when you try to focus on you more, like respect yourself more, then you're good to go. They're good to go. You have to respect yourself first. ഒന്നുമില്ല, സ്വന്തമായിട്ടൊന്ന് എനിക്ക് എൻ്റെ ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഇസ് ലവ്, വാട്ട് എവർ യു ഷെയർ വിത്ത് എ പേഴ്സൺ, അതിൽ എൻ്റെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ. That's a very profound thought. Even when you talked about being a bisexual and having different sexual choices from people, idinu shesham, how have you dealt with the way people have seen you? And did that change in any way? ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ ഇടപെടുന്ന രീതിയിൽ മാറ്റം വന്നിട്ട്? ഇടപെടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. I don't give a place for people to get into that area of my life. If they have a valid point, yeah. എനിക്ക് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ മറ്റേ എൻ്റെ കുറ്റം കണ്ടെത്താൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, വിച്ച് ഐ അഡ്മയർ, ബിക്കോസ് അതാ വേണ്ടത് എനിക്ക്. എൻ്റെ എവിടെയാണ് എൻ്റെ പാളുന്നതെന്നുള്ളത് കണ്ട് പറഞ്ഞ് ബെറ്റർ ആക്കാൻ തോന്നുന്ന ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളവരും. ദാറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ്. ആൻഡ് സംഹൗ അതാ ഞാൻ ആ ബൗണ്ടറി പറഞ്ഞ പോലെ ബൗണ്ടറി അഗൈൻ ഐ ഹവ് കെപ്റ്റ് ദാറ്റ്. ഐ ഹാവ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ നീഡ്. ഞാൻ എൻ്റെ സ്വഭാവം, എൻ്റെ ബോഡി ലാംഗ്വേജ്, ഇപ്പം നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, am I doing it right, am I putting my body right, am I giving that respect to people, ഇതാണ് എൻ്റെ തലയിൽ കൂടെ എപ്പോഴും പോകുന്നത്. That's a lot to carry. But I don't know, it works in a lot of places. It helps me in a lot of places to understand better, to not create a problem over my emotions, അല്ലെങ്കിൽ അതിൽ റിയാക്ട് ചെയ്യാതെ സ്വന്തമായിട്ട് ചിന്തിച്ചിരുന്ന് ഇതെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്താ റെസ്പോണ്ടോ റിയാക്റ്റോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യാം എന്നായിരിക്കുന്ന ആളാണ്. I know for a fact that a lot of people അവർക്ക് പുറത്ത് പറയാൻ പോലും, വീട്ടിൽ പോലും പറയാൻ ധൈര്യം ഇല്ലാത്തടത്താണ് അനഘ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് യു കമ്മിങ് ഇൻ ദ പബ്ലിക് അറീനയിലുള്ള ഒരു വ്യക്തി വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അവിടെ അനഘയുടെ ഇതിനു മുമ്പ് അനഘയ്ക്ക് ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നോ? ആലോചിച്ചോ ദാറ്റ് ദിസ് ഈസ് വൈ ഐ എം ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദിസ്? ബിക്കോസ് ഐ ഫെൽറ്റ് എൻ്റെ കൂടെ ഉള്ളവർക്ക് തന്നെ അതിനോടുള്ളൊരു എതിർപ്പുള്ള ആളുകളുണ്ടോ, അതിനെ റോങ് ആയിട്ട് കാണുന്ന യു എന്നാണ് പറഞ്ഞ് കാണുന്നവരുണ്ടോ. പിന്നെ അതുകൂടാതെ ഐ ഹവ് നോൺ പീപ്പിൾ ഹൂ ബിൻ വാണ്ടിങ് ടു എക്സ്പ്ലോർ ദാറ്റ് സൈഡ് ഓഫ് ദെയർസ്, ബട്ട് ബിക്കോസ് ഓഫ് ഈ പറഞ്ഞ പോലെ ഫാമിലി മാത്രമായിരിക്കില്ല, ഫ്രണ്ട്സും ഉണ്ട്. സോഷ്യൽ സ്റ്റിഗ്മാസ് നമ്മൾ വരുന്ന സോഷ്യൽ സർക്കിൾസിൽ എങ്ങനെയാന്നുള്ളതിന്റെ സബ് കോൺഷ്യസ്ലി ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്ട് റിയാക്ഷൻ ആയിരുന്നു ആ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഇമ്പൾസീവ് ആയിരുന്നു അത്, എന്നാൽ അത് നന്നായിരുന്നു എന്നും തോന്നും ഇപ്പൊ. കാരണം കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു അത് കഴിഞ്ഞിട്ട്. കുറെ പെൺകുട്ടികൾ താങ്ക് യു ചേച്ചി, ഗിവ്സ് മീ കോൺഫിഡൻസ് ടു സേ ഇറ്റ് ഔട്ട് ലൗഡ്, അറ്റ്ലീസ്റ്റ് ഫോർ വൺ സെൽഫ്. എനിക്ക് തന്നെ അത് സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ പറയാം, കണ്ണാടി നോക്കി പറയാം ഞാൻ അതാന്ന് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അത് ഐ എം ഗ്ലാഡ് ഐ ഡിഡ് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം പേഴ്സണലി ഐ തിങ്ക് ബീയിങ് ഇൻ എ കരിയർ ലൈക്ക് ദിസ്, അപ്പൊ അതിന്റെ കുറെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതേ ഉള്ളൂ, എന്റെ കരിയറിനെ ഇത് ബാധിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. എന്റെ എല്ലാ പേഴ്സണൽ ലൈഫ് കരിയറിനെ ബാധിക്കരുത് എന്നുള്ള എപ്പോഴും ഉണ്ട്. അത് ഈ ഒരു സ്ഥലത്തുനിന്ന് വരുമ്പോ അത് എന്തായാലും ഉണ്ടാവും. But I feel that for you personally, എവിടെയോ ആ ഒത്തന്റിസിറ്റി അതോടെ പ്രസന്റ് ചെയ്തോടെ ഒരു ലോഡ് ഓഫ് ഹാവിംഗ് ടു ബി ലൈക്ക് സംബഡി എൽസ് ഓർ പ്രിറ്റൻഡ് ലൈക്ക് സംവൺ എൽസ് അതങ്ങ് തീർന്നു. Now you can just be yourself and be comfortable with it. Initial turmoil കഴിഞ്ഞപ്പോഴേ that's a wonderful place to be, you know. Very true. അല്ലേ? അരുണിന്റെ ഈ ജേർണിയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫേസ് കുട്ടിക്കാലത്ത് നാടകം ചെയ്യുന്നതാണ്. അതിനകത്ത് ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർമ്മ പങ്കുവെക്കുക? ഇഷ്ടം പോലെ. ഞങ്ങള് പണ്ട് ഏറ്റവും കൂടുതൽ ട്രാവല് മറ്റേ ടൂറിസ്റ്റ് ബസ് എടുക്കും, NSDയിൽ പോവുകയും ഓരോരോ ഫെസ്റ്റിവൽസ് ഉണ്ട്, സൂര്യ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽസ് പല സ്ഥലങ്ങളും, പാലക്കാട്, ട്രിവാൻഡ്രം എല്ലായിടത്തും പോയിരുന്നു ഭയങ്കര ചെറുപ്പത്തിൽ തന്നെ. അപ്പം എന്നെ ആ സമയത്ത് വീട്ടുകാർ വിടുമായിരുന്നു, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ പോയിരുന്നു. അപ്പം ആ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ പോവാം എന്നുള്ളൊരു സാധനത്തിന്റെ പുറത്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. ഡൽഹിയിൽ പോയി ഭയങ്കര രസമുള്ള കുറേ
നാടകങ്ങൾ കാണാൻ പറ്റി. നാടകം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മളെക്കാൾ പാഷനേറ്റ് ആയിട്ട് ഇതിനെ സീരിയസ് ആയിട്ട് ചെറുപ്പത്തിലേ കാണുന്നവര് ഒരുപാടുണ്ട്. നമ്മൾ കുറെ കളി തമാശയായിട്ട് അവിടെ പോകുന്നത്, പക്ഷെ ഒരു 3ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ട് തന്നെ ഇതാണ് പരിപാടി, ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ വലിയ പാഷനുള്ളവരെ കാണുമ്പോഴേക്കും അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നത്, ഓക്കെ ഇതാണ് കാര്യം എന്നൊക്കെ. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് ഞാൻ ഗണേശ് ചേട്ടൻ ഇപ്പൊ പൂക്കാലമായിട്ട് എനിക്ക് കണക്ഷൻ വരുന്നത് വെച്ചാൽ ഗണേഷ് രാജ് ചേട്ടൻ പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് നാടകക്കളരിയിൽ. അപ്പൊ ഞാനൊരു 6ൽ പഠിക്കുന്ന വെച്ചാൽ അപ്പൊ ഷേർലി മിസ്സിന്റെ സ്റ്റുഡന്റാ ഗണേശ് ചേട്ടൻ. അപ്പൊ അവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അപ്പൊ എന്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന് ചാൻസ് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ, എല്ലാ നടന്മാരും ചാൻസ് ചോദിക്കാറുണ്ട്, മറ്റേ ഇന്റർവ്യൂലൊക്കെ പറയാറുണ്ട്, അപ്പൊ നീ ചാൻസ് ചോദിക്കണം. അപ്പൊ 6ാം ക്ലാസ്സിൽ തന്നെ ഞാനത് ഓക്കെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പരിപാടിക്ക് പോയപ്പോൾ ഗണേശ് ചേട്ടൻ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ബാക്കി പിള്ളേർ കാണാതിരിക്കാൻ ചുറ്റി ഓടിപ്പോയിട്ട് പുള്ളിയെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ അടുത്ത് ഇനി പടം എടുക്കുമ്പോൾ എനിക്കൊന്ന് ചാൻസ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അമ്മനെ മെയിലിട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മെയിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു ഓടിച്ചെന്നിട്ട് ഒരു പേന എടുത്തിട്ട് ഞാൻ കയ്യിൽ മെയിൽ ഐ ഡി എടുത്ത് കൊണ്ടുപോയി. ഞാൻ കൈയൊന്നും കഴുകിയില്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അച്ഛനോട് അച്ഛാ പടത്തിലെടുത്ത് സെലക്ട് ആയി ഇതിലോട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് കുറെ ഓക്വേർഡ് കോമഡി ഫോട്ടോകൾ പല ലുക്കിലൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പൂക്കാലത്തിൽ എന്നെ വിളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ചെക്ക് ചെയ്യണ്ടായിരുന്നു പുറത്താക്കും. ഇത് അങ്ങനെ ഒരു പിന്നീട് ഗണേശ് ചേട്ടൻ വിളിക്കുകയും അങ്ങനത്തെ ഒരു യൂണിവേഴ്സ് കണക്ഷൻ വന്നിട്ടൊക്കെ ഉണ്ട്. കണ്ടിട്ടല്ല വിളിച്ചത്, ഏത് അത് കണ്ട വിളിക്കില്ലല്ലോ. അല്ല ഇല്ല, അതിനുശേഷം കുറെ നാൾ ശേഷമാണ് എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസും അങ്ങനെ. അപ്പൊ ഇപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ടോ നിങ്ങൾ രണ്ടുപേരും? പറ്റുവച്ചാ ചോദിക്കും. മടി കൂടാതെ ചോദിക്കും. അല്ല എനിക്കൊക്കെ മടി ഉണ്ടായിരുന്നു ആദ്യം, ഓക്വേർഡ്നെസ് ആയിരിക്കും. ആദ്യമേ സ്കൂൾ ടൈമിലെ ഒരു ആക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി അവരുടെ അടുത്ത് ഫോട്ടോ ചോദിക്കാൻ അമ്മ ഇങ്ങനെ പോയി ചോദിക്കാം ഫോട്ടോ എടുക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട അമ്മ എന്തിനാണ് വെറുതെ, ആ ഒരു ടൈപ്പായിരുന്നു. ഞാൻ അവരെ ശല്യപ്പെടുത്തരുത്, അവരുടെ സ്പേസിലേക്ക് പോരുത്, അങ്ങനെ കൂടുതൽ ഓവറായിട്ട് ചിന്തിക്കുന്ന ആളാണ്. എന്റെ ദൈവമേ എത്ര ആലോചിച്ച് കൂട്ടുന്നു. എനിക്കറിയാം അനഘ ഓഡിഷൻസ് ഒന്നും അധികം ചെയ്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫോർ യു ബട്ട് അരുൺ ഓഡിഷൻസ് ഒരു ഫേസ് തന്നെയായിരുന്നു ഇൻ ലൈഫ്. ടെൽ മി അബൌട്ട് ദാറ്റ് ഫേസ്. നമ്മൾ ഈ സിനിമ ഈ ബോംബെയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ ഓഡിഷൻസിന് മാത്രമായിട്ട് നടക്കുന്നു, പക്ഷെ നാട്ടിൽ ഇത്രയും ടഫാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ടിൽ ഐ സോ യുവർ ഇന്റർവ്യൂ. ടെൽ മി അബൌട്ട് യുവർ ഓഡിഷൻ ഫേസ്. ഞാനൊരു 12th കഴിഞ്ഞാണ് സീരിയസ് ആയിട്ട് ഓഡിഷന് പോകാൻ തുടങ്ങിയത്. അപ്പൊ തൊട്ട് ഞാൻ എവിടെ പോയാലും മീറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ചേട്ടന്മാരുണ്ടോ. അപ്പൊ അവര് ചിലപ്പോൾ നമുക്കൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങും. പുതിയ കാസ്റ്റിംഗ് കോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ടുതരും, എടാ നിന്റെ പ്രായമാണോ നീ വന്നോ എന്നൊക്കെ പറയും. അപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അവര് ട്രെയിൻ പിടിച്ചൊക്കെ വെളുപ്പിനെ ഉറങ്ങാതെയൊക്കെ വന്ന് അവിടെ നിന്ന് തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി അവിടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് സെവറൽ ഇയേഴ്സ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 10-15 കൊല്ലം ട്രൈ ചെയ്ത ചേട്ടന്മാരൊക്കെ എനിക്കറിയാം. അവർ മറ്റേ അതിൻ്റെ ഇടയിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അവിടെ ലാപ്പ് കൊണ്ടുവന്നിരുന്ന് വർക്ക് ചെയ്യുമായിരിക്കും. ഞാനൊരു 100+ ഓഡീഷൻസ് എന്തായാലും കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പാലിക്കുമ്പോൾ ഒന്നുമായിട്ട് തോന്നുന്നുള്ളൂ. അതിനേക്കാൾ കൂടുതൽ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് എനിക്ക് ഇതുവരെ ഓഡീഷനിലൂടെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അത് എൻ്റെയും കൂടെ കഴിവുകേടുണ്ടായിരുന്നത് കാണണം. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛനാണ് എന്നെ ഓഡീഷൻ കൊണ്ടുപോകുന്നത്. കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും ഓഡീഷൻസ് ഞാൻ പോയിട്ടുണ്ട്. ചിലതൊക്കെ അങ്ങനത്തെ പടമേ ഇല്ല, ചുമ്മാ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ച് ഫേക്ക് ഫിലിംസിന്റെ ഒക്കെ വരെ ഓഡീഷൻസിന് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയുള്ള ഒരു ഭയങ്കര വലിയൊരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ഒരു ഓഡീഷന് പോയി. ഒരു സ്റ്റേഡിയം പോലത്തെ സ്ഥലത്തിന്റെ അകത്തായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ എന്നെ വണ്ടിയിൽ കൊണ്ടുപോകും, എന്നിട്ട് കയറ്റി വിടും, പുറത്ത് കയറ്റി. അപ്പം ഞാൻ മൊത്തം ഇങ്ങനെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും പിടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ഓപ്പൺ ഓഡീഷനാണ്. ഞാൻ ചെന്നിട്ട് ഞാനിങ്ങനെ എഴുതി. അപ്പൊ എനിക്കൊരു ചെസ് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തോ 3000 സംതിങ് എന്ന് പറഞ്ഞ ചെസ് നമ്പർ. അപ്പൊ എനിക്കിങ്ങനെ പുറകിലൊരു കടല് പോലത്തെ ഒച്ചയേക്കാം. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ സ്ലോപ്പ് ചെയ്യുന്നൊരു സ്റ്റേഡിയം നിറച്ച് പിള്ളേര്, ഫുൾ മറ്റേ കിടിലൻ ഔട്ട്ഫിറ്റും വൻ ലുക്കായിട്ടൊക്കെ വന്നേക്കുന്ന കുറേ പിള്ളേർ, എൻ്റെ സെയിം പ്രായമുള്ളവര്. ഞാൻ എന്നിട്ട് കുറച്ചു നേരം അതിൻ്റെ നടുക്ക് പോയി ഇരുന്ന്. എനിക്കങ്ങോട്ട് ഭയങ്കര ഒരു പേടിയും, ഞാൻ ഇൻസെക്യൂർ ആയിപ്പോയി. എനിക്ക് എന്നെ കൊണ്ട് പറ്റൂ ഇത്, ഞാൻ എവിടെ നോക്കിയാലും അടിപൊളി പിള്ളേര്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് രാവിലെ തൊട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കിനി കയറണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസം ആ സീറ്റിൽ തന്നെ ഇരിക്കേണ്ടി വരും, അത്രയും ക്യൂ ഉണ്ട്. കയറുന്നവരപ്പ പോകുന്നുമുണ്ട്. ഞാനൊരു 3-4 മണിക്കൂർ ഇരുന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല മനസ്സിലായിട്ട് ഞാൻ ഇറങ്ങി ഈ ചെസ് നമ്പറൊക്കെ ചുരുട്ടിക്കളഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞ് ഓഡിഷൻ ചെയ്ത് അടിപൊളിയായിരുന്നു. അപ്പൊ അച്ഛൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ പുള്ളിയും പുറത്ത് കുറെ മണിക്കൂർ വെയിറ്റ് ചെയ്താനേ, അത്രയും താല്പര്യമായിരുന്നു അച്ഛനും എന്നെ എങ്ങനെയും കയറ്റണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ
കുറേ അധികം സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതിൻ്റെ അത്രയൊന്നും പെട്ടിട്ടില്ലെങ്കിലും അതൊരു ഫേസ് ആയിരുന്നു. പക്ഷെ അച്ഛന്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അല്ലേ അരുൺ എപ്പോഴും? അതെ അതെ അതെ, ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്. ഹൗ ഡസ് ഹി സീ യുവർ ഗ്രോത്ത്? ഹീസ് വെരി ഹാപ്പി, വെരി പ്രൗഡ്. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും, മെന്റർ ചെയ്യും. ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് മുന്നേ തന്നെ, തൊട്ട് മുന്നത്തെ എൻ്റെ ഒരു ഇന്റർവ്യൂ പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് ഭയങ്കര വെപ്രാളമാണ് കണ്ട, ഇങ്ങനെ ബോഡി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് കേട്ട് ചിന്തിച്ചിട്ട് വേണം പറയാൻ, അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ് തീരണം, എന്നിട്ട് കട്ട് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇങ്ങനെ പറഞ്ഞ് ട്രെയിൻ ചെയ്ത് തരും. അപ്പൊ ഞാനത് മൈൻഡ് ചെയ്യാണ്ട് ഇറങ്ങി വരുമെങ്കിലും ഞാൻ വരുന്ന വഴി ആലോചിക്കും, ഓക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ ഇപ്പൊ മാമിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പലതും ആലോചിക്കുന്നുണ്ട്. അപ്പം ചെറുപ്പം തൊട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരും. മാക്സിമം എല്ലായിടത്തും കൊണ്ടുപോയി സ്റ്റേജിലൊക്കെ കയറ്റി വിട്ട് അങ്ങനെ സപ്പോർട്ട്. അപ്പൊ ഡിയസറി റിലീസ് ആയി ഇപ്പൊ കഴിഞ്ഞപ്പോ അച്ഛൻ പോയി കണ്ടിരുന്നു സിനിമ? എന്റെ അച്ഛൻ ആക്ച്വലി അപ്പൊ ഒരു ഷോൾഡർ ഇഞ്ചുറി പറ്റിയിട്ട് മര്യാദയ്ക്ക് കാണാൻ പറ്റിയിരുന്നില്ല. എന്നാലും കഷ്ടപ്പെട്ട്, ഷോൾഡർ ഇഞ്ചുറി കാരണം അത് പെട്ടെന്ന് സർജറി ചെയ്യണമായിരുന്നു, അത് സ്റ്റിച്ച് ചെയ്യാൻ. പക്ഷെ ഡിയസറി ഇറങ്ങി കഴിഞ്ഞിട്ട് സർജറിക്ക് അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ എനിക്കും വന്ന് കാണാൻ പറ്റില്ല, അച്ഛനും ഫസ്റ്റ് ഡേ കാണണമെന്ന് ആഗ്രഹം കാരണം സർജറിയൊക്കെ നീക്കി വെപ്പിച്ചു പുള്ളി. എന്നിട്ട് പോയി വന്ന് എൻ്റെ കൂടെ കണ്ടപ്പോൾ പെയിൻ കാരണം കാണാനൊന്നും പറ്റിയില്ല, ജസ്റ്റ് ഫുൾ ഒന്ന് ഓടിച്ചിട്ട് ലൈക്ക് ഒപ്പം ഇരുന്ന് കണ്ടെന്നല്ലാണ്ട് പിന്നീട് ഈ സർജറി കഴിഞ്ഞ് റിക്കവർ ആയിട്ട് ഒന്നുകൂടെ ഞങ്ങൾ പോയി കാണാനായിട്ട്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഹോസ്പിറ്റലിലൊക്കെ മറ്റേ ടി-വിയിലൊക്കെ ഇട്ട് നഴ്സുമാരെയൊക്കെ കാണിപ്പിച്ച് ഇന്റർവ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു ആ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത്ര നാളിലും ഇപ്പം നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഏറ്റവും പ്രൈഡ് തോന്നിയ സമയം എപ്പോഴാണ്? when did you feel like really proud of yourself? ഞാൻ എൻ്റെ കോളേജ് എന്നെ അങ്ങനെ ആർട്സിൽ ഹെവിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ പിന്നീട് ഐ ഫിഗേർഡ് ഔട്ട് a lot of things. ഞാൻ പല ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഞാൻ തെരുവ് നാടകമൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കാൻ വേണ്ടിട്ട് തന്നെ. അപ്പൊ അവിടെ അങ്ങനെ കൾച്ചറലി ലൈക്ക് ആർട്സ് വൈസ് ഭയങ്കര ആക്റ്റീവ് അല്ലായിരുന്നു. എന്നാലും ഞാൻ തന്നെ കുറച്ച് നമ്മുടെ ക്ലാസ്സിൽ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് പരിചയമുള്ള കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് ഞാനൊരു സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് തെരുവ് നാടകമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്, അഭിനയിക്കാൻ, മെയിനായിട്ട് അഭിനയിക്കാൻ. അഭിനയിച്ച് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി, ക്യാഷ് അവാർഡ് കിട്ടി, ഇവർക്ക് വിതരണമൊക്കെ ചെയ്തു. അപ്പൊ ഭയങ്കര ഹാപ്പി. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര കോളേജിൽ നിന്ന് പിന്നീട് ഞാൻ പൂക്കാലം ചെയ്ത സമയത്ത് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചായിരുന്നു. അപ്പം കോളേജിൽ പോയപ്പോഴത്തേക്കും എൻ്റെ സാറ് വന്നിട്ട് എന്നിങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും വന്നു, അപ്പം എൻ്റെ പയ്യനാ, ഞാനാ പഠിപ്പിച്ചത്, നമ്മുടെ HOD. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് മൊമെന്റ്സ് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ നെപ്പോ കിഡ്സ് എന്ന് പറയുമല്ലോ, ലൈക്ക് ഫോർ മീ ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവാറുണ്ട്. But you guys came from nowhere. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ you have found your way in the industry, found a space in the industry, and അത് ഒരു പക്ഷേ is because your talent was spotted early on. What do you have to say മറ്റ് കുട്ടികൾ who want to break in? What is it that you want to share നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും? ഷോയിങ് അപ്പ് എവറി ഡേ ഇൻ വാട്ട് എവർ യു ഡൂയിങ് മതി എന്നാ തോന്നുന്നത്. നമുക്ക് ലൈക്ക് എല്ലാവരും ഇപ്പം ടാലന്റഡ് ആണ്, എല്ലാവർക്കും ടാലന്റ് എക്സ്പോസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള ആൾക്കാർ വെയിറ്റിംഗ് ആണ്. സോ ഐ തിങ്ക് ഗെറ്റിംഗ് സ്പോട്ടഡ് ആയിരുന്നു പണ്ട് ബുദ്ധിമുട്ട്. ശരി പറഞ്ഞ പോലെ നമ്മൾ നാടകം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ റീൽസും ഇതൊന്നും ഇല്ല. സോ ഗെറ്റിംഗ് സ്പോട്ടഡ് എന്നുള്ള ഒരു വിഷയം ഇപ്പൊ ഇല്ല. അപ്പം ഇഫ് യു ഷോ അപ്പ് എവറി ഡേ, നമുക്ക് വയ്യെങ്കിലും താല്പര്യമില്ലെങ്കിലും മടിയാണെങ്കിലൊക്കെ ഇഫ് യു ഷോ അപ്പ് എവറി ഡേ, പിന്നെ നിവൃത്തികേട് കൊണ്ട് മറ്റേ നമുക്ക് കിട്ടും എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾസോ ഒരു സ്പെസിഫിക് റൂട്ടിൽ തന്നെ പിടിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഒരു സാധനത്തിലോട്ട് കയറാൻ. ചിലപ്പം നമ്മൾ കുറെ റീറൂട്ട് ചെയ്ത് നമ്മളെ തന്നെ റീഡിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും നമ്മൾ തട്ടിമറിഞ്ഞ് അവിടെ തന്നെ വന്ന് കയറും എന്ന് തോന്നും. സോ അങ്ങനെ പിടിച്ചാൽ മതി എന്നാ തോന്നുന്നത്. ഞാൻ വലിയ മോട്ടിവേഷൻ അടിക്കാനൊന്നുമില്ല. സെയിം വാട്ട് ഹി സെഡ്. ഓൾസോ ബിലീവ് ഇൻ യുവർസെൽഫ്. പ്ലാൻ ബിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നാറുണ്ട് എപ്പോഴെങ്കിലും? എനിക്കിപ്പോ സിനിമ കേറിയിട്ട് പോലും പ്ലാൻ ബിയുടെ ആവശ്യമുണ്ടെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ടല്ലേ? അതെനിക്ക് തോന്നുന്നു എല്ലാ കരിയറിലും. ഞാനിപ്പോ അങ്ങനെ വിശ്വസിക്കാനാണ്. ഇങ്ങനെ ഇത് മാത്രമല്ലല്ലോ, എന്റെ ഫ്രണ്ട്സും ഒക്കെ ദേ കം ഫ്രം എ ഡിഫറെന്റ് കരിയർ. എല്ലായിടത്തും ആ ഒരു പ്ലാൻ ബി എപ്പോഴും സെറ്റ് ചെയ്യുന്നത് ഇസ് എ ഗുഡ് തിങ്. ഇദ്ദേഹത്തിന്റെ പ്ലാൻ ബി സെറ്റ് ആണല്ലോ. പ്ലാൻ ബിയോ പ്ലാൻ എയോ എസ്തെറ്റിക് കുഞ്ഞമ്മ പ്ലാൻ ബിയോ പ്ലാൻ ബി apart from acting, of course. When you come into the industry, there's a lot of conversation around നമ്മുടെ, of course, ഇപ്പോൾ നമുക്കറിയാം സെക്ഷൽ ഹാരസ്മെന്റിന്റെ കേസസ്, അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡ്രഗ്സ് അബ്യൂസിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ലൈക്ക് വിത്ത് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ത്രോൺ അറൗണ്ട്? എനിക്ക് തോന്നുന്നു ഇപ്പം ഫുൾ ഇൻഡസ്ട്രി ഈസ് വെൽ
ഡിസിപ്ലിൻ, ഒരു പ്രോപ്പർ ICC ഉണ്ട്, പ്രോപ്പർ ഇതിന് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും എല്ലാ കാര്യത്തിലും. സോ അങ്ങനെ ഒരു എനിക്ക് ഭാഗ്യവശാൽ I've heard മേ ബി സാധനങ്ങൾ, പക്ഷെ I've not experienced it in that sense. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്ന രീതിയിലൊന്നുമില്ല. ഞാൻ ഭാഗ്യവശാൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും ഒരു ഭയങ്കര സേഫ് എൻവയൺമെന്റ് ആയിരുന്നു. അവരവരുടെ പണിയെടുത്ത് അവരുടെ പീസ്ഫുൾ എൻവയൺമെന്റിലേക്ക് പോകുന്നല്ലാണ്ട് നമ്മളെ ഒന്നിലേക്കും പിടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഡ്രോ ചെയ്യാറില്ല. സോ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര പ്രോപ്പർ സിസ്റ്റംസ് ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആണ് സെറ്റിലൊക്കെ. അപ്പം എവ്രിബഡി ഈസ് വെൽ അവെയർ ഓഫ് ഇറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഐ ഹാവ് ഹാഡ് എ വെരി പീസ്ഫുൾ ജേർണി സോ ഫാർ. More like, well, it's not well aware, they're more like scared. ആ സ്കെയർ, ആ ഫിയർ വന്നിട്ടുണ്ട് ആളുകൾ. ദാറ്റ്സ് ഗുഡ്. ദാറ്റ് ഇസ് ഗുഡ്. ആൻഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇപ്പൊ അരുൺ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ ടാലൻസ് ഉണ്ടാവും. ലൈക്ക് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള ഭയങ്കര എക്സെപ്ഷണലി ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. സഡൻ സ്പേർട്ട് ഓഫ് ഫെയിം കിട്ടും, സഡൻ ആക്സസ് ടു പ്ലേസസ്, സഡൻ ആക്സസ് ടു പീപ്പിൾ, സഡൻ ആക്സസ് ടു മണി. ഇതെല്ലാം കൂടി ഒന്നിച്ചൊറ്റയടിക്ക് വരുമ്പോൾ പെട്ടെന്ന്, ലൈക്ക് ഐ എം ഷുവർ ദാറ്റ് വുഡ് ഹാവ് ഹാപ്പൻ ടു യു ആഫ്റ്റർ DSRA, when suddenly people spotted you and they were like, wow, you know. How do you manage that? Because അവിടെയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോകുന്നത്. And I have seen a lot of talent fizzle under that kind of attention. How do you hold your ground and keep yourself centered? Because അതാണ് crucial. No matter whatever happens, you keep your center. I personally think ഞാൻ കുറച്ചൊരു ഡിസിപ്ലിൻ സ്പേസ് പിടിക്കാൻ ശ്രമിക്കാറുണ്ട് ബോധപൂർവം. ഞാനിങ്ങനെ എന്നെ തന്നെ പല കാര്യങ്ങളിൽ നിന്ന് മാറ്റിയും ഇങ്ങനെ ഒരു ഷെഡ്യൂളിൽ തന്നെ പോകണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. മൈ സർക്കിൾ ഇസ് എ ഗുഡ് സർക്കിൾ. അപ്പം ഞാൻ എല്ലാത്തിലും അഡ്വൈസുകൾ എടുക്കാറുണ്ട്. എന്തുണ്ടെങ്കിലും ചോദിക്കും, ഇങ്ങനെ പറ്റുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ സിറ്റുവേഷനിൽ. അപ്പം എനിക്ക് ഭയങ്കര എക്സ്പേർട്ട് അഡ്വൈസുകൾ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് സമയത്ത്. ഇപ്പം ആഫ്റ്റർ DSRA ആണെങ്കിൽ അങ്ങനെ I personally enjoy people like spotting me, അല്ലെങ്കിൽ I've always wanted it. ഞാനപ്പം വർഷങ്ങളായി ശ്രമിച്ച് ഇപ്പം ആൾക്കാർ മനസ്സിലാക്കി വരുന്നതിനെ ഒരിക്കലും ഞാനങ്ങനെ ഒരു സഡൻ ഇതായിട്ട് പോലും കാണുന്നില്ല. ഞാൻ ഒന്നും ആയിട്ടില്ല, ഞാൻ ഇനിയും കുറെ പിടിക്കാനുണ്ട്. സോ ഒരു സ്റ്റേജ് ഓഫ് അപ്രീസിയേഷൻ പോലെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ആൻഡ് ഐ തിങ്ക് അത് വരുമ്പം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡൈവേർട്ടൊക്കെ ആയി പോയേക്കാം. പക്ഷെ ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ട്, നമുക്ക് ഇനിയും പിടിക്കാൻ കുറെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഐ തിങ്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. For me, more than being diverted, it's more like being overwhelmed and not able to conceive what's happening. എല്ലാം ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് എന്താ സംഭവിക്കണേന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇടയ്ക്ക്. ഇങ്ങനെ ഭയങ്കര എനിക്ക് ഞാൻ അങ്ങനെ ഭയങ്കര സോഷ്യൽ പേഴ്സൺ ആണ് എന്നാ എനിക്ക് പറഞ്ഞ പോലെ പെട്ടെന്ന് ഇൻട്രോവേർട്ട് മൂഡിലേക്ക് ആവും ഞാൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ സ്ഥലത്ത് when like after Gymkhana I had to be more present in public and I can do it easily എന്ന് തോന്നിയിട്ടുണ്ട്. ആ പ്രസന്റ് മൊമെന്റിലേ ഞാൻ നിൽക്കുള്ളൂ. ഇപ്പൊ ആരാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ആ ആളെ നോക്കി ആ ആളുടെ പ്രസൻസിലേ ഞാൻ നിൽക്കുള്ളൂ. അത് കാരണം എനിക്ക് അധികം ഡിസ്ട്രാക്റ്റഡ് ആയി പോവുക അല്ലെങ്കിൽ അഹങ്കാരം ഫീൽ ചെയ്യുക അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഐ വിൽ ഓൺലി സീ ദ പേഴ്സൺ ബിസൈഡ് മീ, ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഈ പറഞ്ഞ പോലെ ആ ഓവർവെൽംഡ് ആവുമ്പോൾ തന്നെ എനിക്ക് സർക്കിൾ ഇസ് എ റൈറ്റ് സർക്കിൾ ദാറ്റ് ഐ ഹാവ്. മൈ ഫ്രണ്ട്സ് ഇസ് എ ഗുഡ് പ്ലേസ് ടു ബി ബിക്കോസ് അവർ ഈ പറഞ്ഞ പോലെ എനിക്ക് റിയാലിറ്റി ചെക്ക് തരാനും ഗ്രൗണ്ട് ചെയ്യിക്കാനും. പിന്നെ ഞാൻ പറഞ്ഞ നേരെ എവിടെയെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ പോവുക എന്നുള്ളതാണ് എൻ്റെ സൊല്യൂഷൻ. ഫീലിംഗ് ഓവർവെൽംഡ് when I eat my comfort food or sit with people who I feel comfortable, അത് ഓക്കെ തിരിച്ചു വരാൻ പറ്റും. അപ്പൊ നമുക്ക് റാപ്പ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചിന്ന ഗെയിം ആവാം. നോക്ക, ഇത് വെനസ് ഡിസൈനർ ആണ്. വെനസ് ഇസ് എ ഫ്രണ്ട്. വെനസ് ഉണ്ടാക്കിയ കാർഡ്സ് ആണ്. രണ്ടുപേരും എടുക്കും ഓരോരോ കാർഡ് വീതം. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വായിച്ചിട്ട് അനുഭവങ്ങളാവും. എന്താണ് അയ്യോ ഇതിന്റെ അർത്ഥം എന്താ? നോട്ട് അപ് ടു യു ഡാർലിംഗ്, അതായത് എനിക്ക് പറ്റാത്ത കാര്യമാണെന്ന്. എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ആവട്ടെ ആസ് യു വിഷ് എന്ന് പറയുന്നത് എന്ത് കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആര് പറയുന്നതായിരിക്കും അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം അരുണിന്റെ അമ്മ വന്ന് പറയാണ് ആസ് യു വിഷ് അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു, അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഡിസൈനിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഡെയിലി ബേസിസിൽ അത് കേൾക്കാറ്. എന്തെങ്കിലും ചെയ്യും, നീ ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറയുന്ന പോലെ
പോസ്റ്റർ ഡിസൈനിൽ ചില ഓപ്ഷൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറെ കൊണ്ടുപോകും. അപ്പൊ അവർ പറയും ഇത്രയും ഓപ്ഷൻസ് വേണ്ട, അത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് 2 എണ്ണം കാണിക്കും. അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ തന്നെ സെലക്ട് ചെയ്തൊക്കെ ഇറക്കാറുണ്ട്. സോ ആസ് വി വിഷ്. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം, ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത നിങ്ങളുടെ വോള്യൂം ഒത്തിരി ഹൈ ആണ്, നിങ്ങളുടെ ടീം ചേർത്തു. അപ്പൊ ആ പ്രഷർ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? ഈ ഡെഡ് ലൈൻസിന്റെ പ്രഷർ ഗംഭീരമല്ലേ സിനിമയില്? ഐ തിങ്ക് വി ഹാവ് എ ഗുഡ് സ്ട്രക്ചർ. അതിൽ പ്രോപ്പർലി ലെയ്ഡ് ആണ്. നമുക്ക് ഈക്വൽ നല്ല ടൈമിങ്ങിൽ നമ്മൾ മറ്റേ ചിന്തിക്കാനൊക്കെ ഇട്ടിട്ടാണ് അതിനെ ഷെഡ്യൂൾ ചെയ്യുന്ന വർക്ക്. പിന്നെ ചെറിയ ടീമാണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും സ്പീഡും ഒക്കെ ഉള്ള ഒരു ടീമാണ്. അപ്പം പിന്നെയല്ല ഓവർ ഡെഡ് ലൈൻസ് ഉറപ്പായിട്ടും അതൊരു ഒരു ക്രിയേറ്റിവിറ്റി കൊല്ലുന്നൊരു സാധനമൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും ഐ തിങ്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം വി ഹവ് ലേൺഡ് എങ്ങനെ ഡെഡ് ലൈൻസ് മാനേജ് ചെയ്യണം, എങ്ങനെ ഒരു സ്ട്രക്ചറിൽ പോകണം. ഐ തിങ്ക് ആ സ്ട്രക്ചറും ക്ലാരിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാക്കിയാൽ തന്നെ ഒരു നല്ലൊരു ടീമും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് എല്ലാവരും മ്യൂച്വലി റെസ്പെക്ട് ചെയ്ത് സുഖമായിട്ട് ഇതൊരു ഫണ്ണായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഇത് നാളെ രാവിലെ ഒരു ജോലി ഉണ്ടെന്ന് പറയുന്ന പോലെ അല്ല, നാളെ പോയി എന്തെങ്കിലും പരിപാടി പിടിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇറ്റ്സ് എ ഫൺ തിങ്. ഡെഡ് ലൈൻ നല്ല കാര്യമാണ്. ഓ ഓക്കെ. പ്രഷർ ടു വർക്ക് അല്ലേ? ഇതാണോ? നോട്ട് അപ് ടു യു ഡാർലിംഗ്. എനിക്ക് പറ്റുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഗിറ്റാർ ഒന്നുകൂടി ട്രൈ ചെയ്തായിരുന്നു. പെട്ടെന്ന് ആലോചിച്ചപ്പോ അതാ പറഞ്ഞില്ലായിരുന്നു, മൃദുല് എന്റെ ഫ്രണ്ട്, ഹീസ് എ മ്യൂസിഷ്യൻ. അപ്പൊ പണ്ട് എന്നെ ട്രൈ ചെയ്യിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ ചരാതുകൾ വായിക്കാൻ നോക്കിയിട്ട്, ചരാതുകളാണ് ഏറ്റവും എളുപ്പമുള്ള. അല്ല, ചരാതുകളുടെ ഇങ്ങനെ ടെങ് 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 ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ആ 2 കാര്യങ്ങളേ ഉള്ളൂ, കുറച്ച് ഉള്ളൂ. എനിക്ക് എങ്ങനെ ചെയ്തിട്ടും എന്റെ വിരല്, ഞാൻ പറയുന്നത് ഇത് എനിക്ക് പറ്റില്ല, കാരണം ചെറിയ ഹാൻഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൈക്ക് അതൊരു കാരണമേ അല്ല. പക്ഷെ ആണ്, കാരണം എങ്ങനെ വന്നിട്ടും കോഡ്സ് ഒക്കെ പിടിക്കണമെങ്കിൽ ഇവിടെ പിടിക്കണം, ഇത് അമർത്തവും വേണം. പിടിക്കാൻ മാത്രമല്ല, ഇതിങ്ങനെ അമർത്തി പിടിക്കണം. എനിക്ക് അമർത്താൻ പറ്റുള്ള എനിക്ക് എന്തോ ഒരു മോട്ടോർ സ്കില്ലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, വേണമെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് ചെക്ക്ഡ് എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഗിറ്റാർ വായിക്കാൻ പറ്റും. Are you into music or? No, not really. Not really. Completely a visual person, no? Yeah, I think. Okay, next one. ഭയങ്കര റെസ്റ്റ്ലെസ് എനർജി ഉണ്ട്. ഇപ്പൊ ഇറങ്ങി ഓടും തോന്നുന്നു അരുണിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ. ആണോ അരുൺ? അല്ല, ഞാൻ അങ്ങനെയാണ്. More than you know. More than you know. Drop it. ഡ്രോപ്പ് ചെയ്ത കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡ്രോപ്പ് ചെയ്തു. അതല്ലാതെ ഇല്ല, എല്ലാം എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടം. ഡാൻസ് ഡ്രോപ്പ് ചെയ്തോ? ഇല്ല. ഡാൻസ് ഇപ്പോഴും ഉണ്ടോ? കളിക്കും ഞാൻ എന്റേതായ രീതിയിൽ ചെയ്യും. ഡാൻസ് ഉണ്ട്, ഐ പ്രാക്ടീസ് അറ്റ് ഹോം. ഓക്കെ. എനിക്ക് എന്താ ബെറ്റർ ആക്കാൻ പറ്റാന്നുള്ളതൊക്കെ നോക്കും, ചെയ്യും. ഓക്കെ. മോർ ദാൻ യു നോ എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന അരുണിനെക്കാളും എന്താണ് ഇനി അറിയേണ്ടത്? ഓ, എന്നെ കുറിച്ചാ? എനിക്ക് തന്നെ അറിയില്ല. ഞാനൊന്ന് എന്താ പറയാ, ഞാനൊരു സാധാരണ ഒരു അടുത്ത വെച്ചോ, കാർഡ് വെച്ചോ, എടുക്കേണ്ട ഒരു മാസം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇത് look into it and decide. ഏതെങ്കിലും ഒരു honest with yourself. I am honest. Honest ആയിട്ട് എന്തെങ്കിലും പറയാൻ. ഇത്രയും നേരം സംസാരിച്ചൊക്കെ വളരെ honest ആയിട്ടാ. Be honest. നിങ്ങൾക്ക് ഇതിനായിട്ട് ഇത്രയും ബോറിംഗ് കാർഡ്സ് കിട്ടിയിട്ടില്ല. വേറെ എടുക്കാം. ഇതിന് ഷഫിൾ ഒക്കെ ഉണ്ടോ? നോട്ട് എ സിംഗിൾ ഡേ. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യം ഡിസൈൻ അല്ലാതെ പല്ലേക്കാറുണ്ട്. ഞാൻ ഇതിവിടെ നിർത്തുക. സ്വയമേ കാർഡ് എടുത്തിട്ട് സ്വയമേ പറയുന്ന ആദ്യത്തെ ആളായിരിക്കും നമ്മുടെ ഷോയില്. ഏതാണ്? മണി വുഡ് ഹെൽപ്പ്. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഗോൾ? വിത്ത് മണി. Okay, I want to travel around. You want to travel? Okay. Have you traveled much? For purposes maybe. പിന്നെ അല്ലാണ്ട് ഇവിടെ നാട്ടില് നമ്മളുടെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും പോയിട്ടുണ്ട്. ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. അരുൺ എന്തിനാ പൈസ? എനിക്കും ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ഒരു വണ്ടി അങ്ങനത്തെ ക്രേസ് ഒന്നുമില്ല നിങ്ങൾക്ക്? ഉണ്ട്. ഏതോ വണ്ടി? ഏതാ വണ്ടി മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? ഏറ്റവും എളുപ്പം തോന്നിയത് ആദ്യമായിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാറില്ലാത്ത GT ഇപ്പൊ ഇറങ്ങിയ പുതിയ GT ഏതെങ്കിലും. ഞാൻ എന്തെങ്കിലും BMW ഒക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്റെ അത് സെക്കൻഡ് കാർ ആയിരിക്കും.
you already have a second. character. അതാണ്. അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേർക്കും all the very best. Thank you so ഒത്തിരി സന്തോഷം to have you on the show. I had a blast. എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നറിയില്ല, but I had total fun. And ഇനി എന്താ പറയാ, അവിടെ എന്താ ബോംബെ ഫിലിം ഇൻഡസ്ട്രി, തമിഴ് ഫിലിം ഇൻഡസ്ട്രി, എല്ലാ ഇൻഡസ്ട്രീസും നിങ്ങൾ എല്ലായിടത്തും കോൺകർ ചെയ്യട്ടെ എന്നിട്ട് ദാറ്റ്സ് മൈ വിഷ് ഫോർ യു. ഡു വെൽ ഇൻ ലൈഫ് both of you. Both of you are superbly talented. I wish you all the very best. Thank you. Thank you. Your energy itself means a lot to us. Thank you both of you.